അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുസല്ലി വനുസല്ലിമു അലാ നബിയിന മുഹമ്മദിൻ വഅലിഹി വഅസ്ഹാബിഹി വസല്ലം. നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു നല്ല കർമ്മമായി, നല്ല കർമ്മങ്ങൾ മാത്രം നമുക്ക് തുണയായി തീരുന്ന ലോകത്ത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഓർക്കാറുള്ള രണ്ട് കഥകളുണ്ട്. ഒന്ന് ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്നുള്ള ഓ ഹെൻറിയുടെ ചെറിയ ഒരു കഥയാണ്. കേട്ടിട്ടുണ്ടാവും അല്ലേ? ക്രിസ്തുമസിന് പരസ്പരം സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ് ഒരു ഭാര്യയും ഭർത്താവും. രണ്ടാളുടെ കയ്യിലും പൈസയൊന്നുമില്ല. അപ്പോൾ ഭാര്യ ആലോചിക്കുന്നത് എന്ത് വാങ്ങുമെന്നാണ്. ഭർത്താവിന് അച്ഛനോ മറ്റോ കൊടുത്തിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ഒരു വാച്ചുണ്ട്. ആ വാച്ചിന്റെ സ്ട്രാപ്പ് വല്ലാതെ കേടുവന്നിട്ടുണ്ട്. അപ്പം അതിനൊരു സ്ട്രാപ്പ് വാങ്ങാമെന്നാണ് അവർ തീരുമാനിക്കുന്നത്. പക്ഷെ അതിന് അവളുടെ കയ്യിൽ പണമില്ല. അപ്പോൾ അവളുടെ സ്വർണ്ണമുടി മുറിച്ചിട്ട് വിറ്റു. അങ്ങനെ ആ സമ്മാനമായിട്ടാണ് ക്രിസ്തുമസ് ദിവസം ഭർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ആ വാച്ചിന്റെ സ്ട്രാപ്പ് സമ്മാനമായി കൊടുക്കുമ്പോൾ അത് തുറന്നു നോക്കിയ ഭർത്താവ് ആകെ ഞെട്ടിപ്പോയി. കാരണം ആ സ്ട്രാപ്പ് ഇടാനുള്ള വാച്ച് അദ്ദേഹം വിറ്റിട്ടുണ്ട്. ആ വാച്ച് വിറ്റിട്ട് അദ്ദേഹം വാങ്ങിയത് ഭാര്യയുടെ മുടിയിലിടാനുള്ള ഒരു ക്ലിപ്പായിരുന്നു. വാച്ചിന് സ്ട്രാപ്പും ഉപകാരപ്പെട്ടില്ല, മുടിക്ക് ക്ലിപ്പും ഉപകാരപ്പെട്ടില്ല. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും ഉള്ളിൻ്റെ ഉള്ളിലെ പ്രണയത്തെ, സ്നേഹത്തെ അവർക്ക് തിരിച്ചറിയാൻ പറ്റി. ഒരു സർക്കസുകാരൻ്റെ കഥയുണ്ട്. ഒരു ചെറിയ നൂൽപ്പാലത്തിലൂടെ അദ്ദേഹം നടക്കുകയാണ്. ഒറ്റക്ക് വടിയെല്ലാം പിടിച്ചിട്ട് ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ആളുകളെല്ലാം കൈയടിച്ചു. അപ്പോൾ അത് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇതിലേറെ കുറച്ചുകൂടി പ്രയാസമുള്ളൊരു കാര്യം, നിങ്ങളെ വിസ്മയിപ്പിക്കുന്നൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. അതെന്താണ്? രണ്ടാളുകൾ ഒരുമിച്ച് ആ നൂൽപ്പാലത്തിലൂടെ നടക്കും. രണ്ടാളുകൾ ഒരുമിച്ച് ആ നൂൽപ്പാലത്തിലൂടെ നടക്കും. അങ്ങനെ എൻ്റെ കൂടെ നടക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആർക്കും ധൈര്യമില്ല. അവസാനം ഒരു ചെറിയ കുട്ടി വന്നു. അവനതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും അറിയില്ല. അതുകൊണ്ട് അവൻ തയ്യാറായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ രണ്ടുപേരും ആ നൂൽപ്പാലത്തിലൂടെ നടക്കാൻ ഒരുങ്ങുമ്പോൾ ആ കുട്ടിയോട് ആ സർക്കസുകാരൻ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വളരെ സുന്ദരമായി ആ നൂൽപ്പാലം കടന്നു. എല്ലാവരും കൈയടിച്ചു. അപ്പൊ ആ കുട്ടിയോട് ആളുകളൊക്കെ ചോദിച്ചു, നിങ്ങൾ നടക്കാൻ ഒരുങ്ങുമ്പോൾ നിന്നോട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? നിന്നോടെന്തോ ഒരു സ്വകാര്യം പറഞ്ഞിരുന്നല്ലോ, അതെന്തായിരുന്നു? അപ്പൊ ആ കുട്ടി പറഞ്ഞു, എന്നോട് അയാൾ പറഞ്ഞു, നമ്മൾ ഒന്നിച്ച് ശ്വസിക്കും. നമ്മുടെ ഹൃദയത്തുടിപ്പുകൾ പോലും ഒന്നാകും. പിന്നെ ഞാനും നീയുമില്ല, നമ്മളേ ഉള്ളൂ. അങ്ങനെ ആ നൂൽപ്പാലം അവര് സുന്ദരമായി കടന്നു. ജീവിതവും ഇങ്ങനെ ഒരു നൂൽപ്പാലമാണ്. ചെറിയ ഒരു ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ പോകുന്നത് വളരെ താഴ്ചയുള്ള ഒരു പതനത്തിലായിരിക്കും. അപ്പോൾ ഒരുമിച്ച് ശ്വസിക്കുക എന്നുള്ളതാണ് വിവാഹബന്ധത്തെ മാത്രമല്ല ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കുന്നത്. ഖുർആൻ ഇണകൾക്ക് പറഞ്ഞിട്ടുള്ള പ്രയോഗം പോലും വളരെ പ്രധാനമാണ്. സൗജ് എന്നാണ് പറഞ്ഞത്. ഭാര്യയ്ക്ക് സൗജ്, ഭർത്താവിന് സൗജ്, ഭാര്യയ്ക്ക് സൗജ. അതിന് ഭാര്യ ഭർത്താവ് എന്നുള്ള അർത്ഥം നമ്മൾ കൊടുക്കുന്നതാണ്. സത്യത്തിൽ അങ്ങനെ ഒരു അർത്ഥമില്ല. ഭാര്യ എന്നുള്ള അർത്ഥം കിട്ടുന്ന നല്ല അറബി വാക്കുകളുണ്ട്. പക്ഷെ അതല്ല ഖുർആൻ ഉപയോഗിച്ചത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധേയമായ കാര്യം അതാണ്. ഭർത്താവ് എന്ന അർത്ഥം കിട്ടുന്ന നല്ല അറബി വാക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ ഖുർആൻ അതല്ലല്ലോ ഉപയോഗിച്ചത്. ഖുർആൻ ഉപയോഗിച്ചത് ഇണയും തുണയുമാണ്. ഇണ എന്നതിനേക്കാൾ ആഴമുള്ള ഒരു ആശയം അതിൻ്റെ ഉള്ളിലുണ്ട്. സവജ എന്നുള്ള വാക്കിനൊരർത്ഥമുണ്ട്. സവജ എന്ന് പറഞ്ഞാൽ കടിച്ച് ചവച്ചരച്ച
അതിന് പറയുന്നതാണ്. കടിച്ച് ചവച്ചരക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറ് കഴിക്കുന്നുണ്ട്, പപ്പടം കഴിക്കുന്നുണ്ട്, ചമ്മന്തി കഴിക്കുന്നുണ്ട്. വായിൽ എത്തിയിട്ട് ഇത് കടിച്ച് ചവച്ചരച്ച് കഴിഞ്ഞാൽ പിന്നെ പപ്പടം വേറെ ചോറ് വേറെ കിട്ടൂല. എല്ലാം കൂടി കൂടിച്ചേർന്ന് ഒന്നാവുകയല്ലേ ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് ശരിക്കും സിവാജ് എന്ന് പറയുന്നത്. പല കാര്യങ്ങൾ ഒന്നാവുന്ന പ്രക്രിയയാണ് സിവാജ് അറബി ഭാഷയിൽ, ഭാഷാപരമായിട്ട്. ഇവിടെ രണ്ടാളുകൾ ഒന്നാവുകയാണ് ചെയ്യുന്നത്. അത്ര മനോഹരമായി എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് അവർക്ക് വേണ്ടി ഖുർആൻ ഉപയോഗിച്ച പദം തന്നെ പ്രധാനമാണ്. ഇനി വേറെ പറയേണ്ടത് അവർ രണ്ടുപേരും എങ്ങനെയാ ജീവിക്കേണ്ടത് എന്ന് ആ പദത്തിന്റെ ഉള്ളിലുണ്ട്. എങ്ങനെയാ ജീവിക്കേണ്ടത്? ഒന്നാവണം, രഹസ്യങ്ങളില്ലാതെ, പരസ്പരം ഒന്നും ഒളിപ്പിച്ചു വെക്കാതെ അവർ ഒന്നാവണം. ഒന്നാവുക എന്ന് പറഞ്ഞാൽ അതാണ്. അത്ര ലളിതമാണ്. അത് നമുക്ക് വിശദീകരിക്കാം. സൂചിപ്പിച്ചത് ഇതാണ്, ഇസ്ലാമില് വിവാഹം എന്ന് പറയുന്നത് ദൈവികമായ ഒരു കാര്യമാണ്. ഈ പള്ളിയിൽ അലമാരയിൽ ഒരു വിവാഹ രജിസ്റ്റർ ഉണ്ടാവും. നമ്മുടെ കല്യാണം കയ്യിലാണ് എഴുതി വെക്കുക, നമ്മളെ കൊണ്ട് ഒപ്പ് കടിക്കും. അതൊരു പേപ്പർ മാത്രമാണ്. പള്ളിയിലെ അലമാരയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു രജിസ്റ്ററിലെ പേപ്പറിന്റെ വിലയല്ല വിവാഹത്തിനുള്ളത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് അത്ര സില്ലിയായിട്ട് അതിനെടുക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഖുർആന്റെ പരാമർശത്തിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത്. അത് ദൈവികമായൊരു കാര്യമാണ്, അത്ര ഗൗരവമുള്ളൊരു കാര്യമാണെന്നാണ് എൻ്റെ അർത്ഥം. സൂറത്തുർ റൂം, വിശുദ്ധ ഖുർആനിലെ സൂറ റൂം. റൂം എന്ന് പറഞ്ഞാൽ എന്താ? റോമക്കാർ എന്നാണ് എന്റെ വാക്കിന്റെ അർത്ഥം. റോമാ രാജ്യക്കാർ എന്നാണ്. അതിലൊരു വചനം എല്ലാ നിക്കാഹ് ഖുതുബയിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ ലിതസ്കുനൂ ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. കേട്ടില്ലേ? വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് തുടങ്ങുന്നത് തന്നെ. ഒരായത്തിന്റെ ആരംഭം, ഒരു വിഷയത്തിന്റെ ആരംഭം തന്നെ അള്ളാഹുവിന്റെ കുറിമാനങ്ങളിൽ, അള്ളാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോണ കാര്യം അത്ര സിമ്പിളായൊരു കാര്യമല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ തുടങ്ങുമ്പോൾ ഖുർആനിലെ തുടക്കങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്, ഖുർആനിലെ മൗനത്തിന് പോലും പ്രത്യേകത ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നേ ഉള്ളൂ. നാമത്തിൽ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, നാമം കൊണ്ട് എന്നേ ഉള്ളൂ. അവിടെ നിർത്തി. ഒരർദ്ധവിരാമമാണ്. നാമം കൊണ്ട് എന്ത് എന്ന് പറഞ്ഞില്ല. അത് പറയാത്തതുകൊണ്ട്, സ്പെസിഫിക് ആയൊരു കാര്യം അവിടെ പറയാത്തത് കൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. അപ്പൊ ഒരു മൗനത്തിന് വലിയ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരായത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഖുർആനില്. ഇവിടെ ആരംഭം തന്നെ എന്താണ്? വമിൻ ആയാത്തിഹി എന്നാണ്. ഇത് ദൈവികമായൊരു കാര്യമാണ് എന്നാണ് പറഞ്ഞത്. കൂടി യോജിക്കുന്നത് നമ്മളാണ്, കൂട്ടി യോജിപ്പിക്കുന്നത് നമ്മളല്ല, അവനാണ്. കോടാനുകോടി മനുഷ്യരിൽ നിന്ന് ഒരാളെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കും, കോടാനുകോടി മനുഷ്യരിൽ നിന്ന് ഒരു പുരുഷനെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കും പരസ്പരം ഒന്നിപ്പിച്ചത് ആരാണ്? അതവനാണ്. ഒന്നിച്ചത് നമ്മളാണ്. അതാണ് വമിൻ ആയാത്തിഹി. എന്നിട്ട് പറയുന്നത് എന്താണ്? അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. ഈ മിൻ അൻഫുസിക്കും എന്നുള്ള പദം വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മുടെ നിക്കാഹ് ഖുതുബയിലൊക്കെ ഏറ്റവും കൂടുതൽ മിണ്ടാതെ പോകുന്ന വിഷയം മിൻ അൻഫുസിക്കും എന്നായിരിക്കും. അതിനെപ്പറ്റിയൊരു പരാമർശമേ ഉണ്ടാവില്ല. സത്യത്തിൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കേണ്ട വിഷയം മിൻ അൻഫുസിക്കും എന്നുള്ള പദമാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. മിൻ അൻഫുസിക്കും എന്നത് എത്ര പ്രധാനമാണ്. എന്താ മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ്, അത്രേ ഉള്ളൂ അതിന്റെ ആശയം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ്. അതെന്തിനാ അങ്ങനെ പറയുന്നത്? എല്ലാ ജന്തുവംശത്തിനും അതാത് ജന്തുവംശത്തിൽ നിന്നുള്ള ഇണകളെയാണ് കൊടുക്കുക. പൂച്ചയ്ക്ക് പൂച്ചയാണ്, പശുവിന് പശുവാണ്, മനുഷ്യന് മനുഷ്യനാണ്. പക്ഷെ അള്ളാഹ് അത് പ്രത്യേകമായിട്ട് പറഞ്ഞോടെ നിങ്ങൾക്ക് നാം ഇണകളെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഖുർആൻ പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യന് നൽകിയിരിക്കുന്നു എന്നാണ്. എന്താണ് അതിന്റെ ആശയം? ഒരു മനുഷ്യൻ എന്നുള്ള അംഗീകാരവും ആദരവും ഉൾക്കൊള്ളലുമാണ് ആ ബന്ധത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം.
സ്നേഹമൊക്കെ പിന്നെയാണ്. സ്നേഹിക്കാൻ നമ്മൾ എത്ര ആളുകളുണ്ടാവും? നമ്മളെ സ്നേഹിക്കാൻ വേറെ കുറെ ആളുകളുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരാളെയാണോ നമുക്ക് വേണ്ടത്? നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ വേണ്ടത്. അതല്ലേ പ്രധാനം. അതാണ് മിന്നംഫുസിക്കും. നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ വിശക്കുകയും നിങ്ങളെപ്പോലെ ദാഹിക്കുകയും നിങ്ങളെപ്പോലെ കരയുകയും നിങ്ങളെപ്പോലെ മനസ്സ് നോവുകയും മടി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് പുരുഷനോടും സ്ത്രീയോടും പറയാം. ഇത് രണ്ടു കൂട്ടരോടെ പറയുന്നത്. ഈ ആയത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പുരുഷനോട് മാത്രമായിട്ടല്ല പറയുന്നത്. പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്. അതൊരു പൊതുവായ കാര്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടീമിനെ മാത്രം അഡ്രസ് ചെയ്തിട്ട് പറയും. പക്ഷെ ഇവിടെ രണ്ടു കൂട്ടരെയും അഡ്രസ് ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കുമായി എന്നാണ് അതിന്റെ ഉള്ളിലുള്ള ആശയം. അത് ആ ഭാഷാപരമായിട്ട് അത് വിശദീകരിക്കുന്നില്ല, അതിന് സമയമില്ല നമുക്ക്. ഇത്രയുമാണ്. രണ്ടു കൂട്ടരോടായിട്ട് പറയാണ്, നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും നിങ്ങളിൽ നിന്നുള്ളൊരു മനുഷ്യനെ, നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനെ ഇണയായി നൽകിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള അംഗീകാരത്തെക്കാൾ വലിയൊരു അംഗീകാരം മനുഷ്യന് വേറെ കിട്ടല്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ, ഏറ്റവും കുലീനമായ ആദരവ് എന്ന് പറയുന്നത് അയാളൊരു മനുഷ്യനായിട്ട് അംഗീകരിക്കുക എന്നുള്ളത്, ഡിഗ്നിറ്റി അംഗീകരിക്കുക എന്നുള്ളത്. ഖുർആൻ പറഞ്ഞത് എന്താണ്? മനുഷ്യരായ മനുഷ്യരെ മുഴുവനും അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അംഗീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, മനുഷ്യരായ മനുഷ്യരെ മുഴുവനും അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അള്ളാഹു ഇല്ല എന്ന് പറയുന്നവരെ പോലും അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അപ്പൊ നമ്മളെത്ര ബഹുമാനിക്കണം മനുഷ്യനെ? അയാൾ ആരാകട്ടെ, എന്താകട്ടെ, ഏത് അഭിപ്രായമുള്ള ആളാവട്ടെ, എന്ത് ഐഡിയോളജി വെച്ച് പുലർത്തുന്ന ആളാവട്ടെ, നമ്മളെത്ര ബഹുമാനിക്കണം മനുഷ്യനെ? കാരണം അയാൾ മനുഷ്യനാണ്. അയാൾ ചെയ്യുന്നതിന്, പ്രവർത്തിക്കുന്നതിന് അയാൾക്ക് അയാളുടേതായ ന്യായീകരണം ഉണ്ടാവും. അത് അയാളുടെ കാര്യമാണ്. പക്ഷെ അയാളെ ബഹുമാനിക്കുന്നതിന് നമുക്ക് ഒരേ ഒരു ന്യായമുള്ളൂ. അതെന്താണ്? അയാൾ മനുഷ്യനാണ്. ഈ ഒരു ആദരവ് ഏറ്റവും പ്രകടമാകേണ്ട ബന്ധമാണ് വിവാഹബന്ധം. പൗലോ കൊയ്ലോയുടെ സഹീർ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്, വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എന്തായാലും അത് വായിക്കണം. കാരണം അത്ര രസമുള്ളൊരു നോവലാ. അതിന്റെ പ്രമേയം എന്താണെന്നറിയോ? ഒരു ഭാര്യ, അവള് പത്രക്കാരിയാണ്. അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് ആള്. പക്ഷെ തിരിച്ചു വരുന്നില്ല. എസ്തർ എന്നാണ് ആ സ്ത്രീയുടെ പേര്, ഭാര്യയുടെ പേര്. അങ്ങനെ ഭാര്യയെ തെരഞ്ഞിട്ട് ഇയാൾ പോവാണ് ലോകം മുഴുവനും. ഭർത്താവ് ലോകം മുഴുവനും ചുറ്റാണ്. അങ്ങനെ കസാക്കിസ്ഥാന്റെ മലമുടക്കുകളിൽ എവിടെയോ ഇരുന്നിട്ട് എത്രയോ തേടി അലഞ്ഞ് ക്ഷീണിച്ച ഇദ്ദേഹം ആരോടെന്നില്ലാതെ പറയുന്നൊരു വാക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. എന്താ പറയണത്? എന്റെ എസ്തർ, നീ ലോകത്ത് എവിടെയാണെങ്കിലും നിന്നെ ഞാൻ തേടി വരും. കാരണം എനിക്ക് നിന്നെ വേണം. അതിന്റെ കാരണം ലോകത്തെന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല, ലോകത്തെന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നീ ആയതുകൊണ്ട് എന്ന് പറയും. ലോകത്തെന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല, ലോകത്തെന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നീയാണ്. ഈയൊരു അംഗീകാരവും ആദരവും ഉണ്ടല്ലോ, ആ ഭർത്താവിന് അവളെ ഉപേക്ഷിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹയെ എത്രയോ കാലം കഴിഞ്ഞിട്ട് ആ പേര് കേൾക്കുമ്പോൾ റസൂലിന്റെ കണ്ണ് നിറയും. എന്തുകൊണ്ടാണത്? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള്? റസൂലിന് ആരും ഇല്ലായിരുന്നു. ഉമ്മ ഇല്ലായിരുന്നു, വാപ്പയില്ലായിരുന്നു, അനിയനില്ലായിരുന്നു, ജ്യേഷ്ഠനില്ലായിരുന്നു, പെങ്ങളില്ലായിരുന്നു, പ്രണയിനിയുമില്ലായിരുന്നു. റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സ്നേഹത്തിന്റെ എല്ലാ അംശങ്ങളും എല്ലാ ഭാവങ്ങളും റസൂലിന് നൽകിയ സ്ത്രീയായിരുന്നു ഖദീജ ബീവി. ആ ബന്ധത്തിന്റെ ഏറ്റവും തീക്ഷണമായ പ്രത്യേകത, ഏറ്റവും ആഴത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് റസൂലിനെ അത്രയേറെ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അവര് പെങ്ങളില്ലാതിരുന്ന റസൂലിന് പെങ്ങളായിരുന്നു. പ്രണയിനി ഇല്ലാതിരുന്ന റസൂലിന്റെ ജീവിതത്തിന് പ്രണയം എന്താണെന്ന് പറഞ്ഞെടുത്തത് ഖദീജ ബീവിയാണ്. ഉമ്മയെ കിട്ടിയിട്ടില്ലാത്ത റസൂലിന് ഉമ്മയുടെ സാന്ത്വനം നൽകിയത് അവരാണ്. റസൂലിനേക്കാൾ കുറച്ച് പ്രായക്കൂടുതലാണ്, അല്ലേ? ഇങ്ങനെ നിങ്ങളിങ്ങനെ എണ്ണി നോക്കൂ. റസൂലിന് മക്കളെ നൽകിയ ഒരേ ഒരു ഭാര്യയാണ് ഖദീജ ബീവി. മറ്റു ഭാര്യമാരിലൊന്നും റസൂലിന് മക്കളുണ്ടായിട്ടില്ല. ഹിറാ ഗുഹയുടെ ഇരുളിൽ ജിബ്രീലിനെ കണ്ട് പേടിച്ച റസൂൽ ഓടി വരികയാണ്. എന്താ പറയണത്? സമ്മിലൂനി. എന്താ സമ്മിലൂനി എന്ന് പറഞ്ഞാല് പുതപ്പിട്ട് മൂടൂ എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത്. ശരിക്കും അതിന്റെ അർത്ഥം എന്നെ കെട്ടിപ്പിടിക്കുന്ന.
എന്നെ വാരി പുണരൂ എന്നാണ് പറഞ്ഞത്. പുതപ്പ് കൊണ്ടല്ല പുണരേണ്ടത്, ആ മനുഷ്യനാണ് പുണരേണ്ടത്. ടച്ചിങ്ങിന് അത്രയും വലിയ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. സലാം പറയാനല്ല പറഞ്ഞത്, കൈയെടുക്കാനാ പറഞ്ഞത്. രോഗിയെ കാണുമ്പോൾ അയാളെ തൊട്ട് സാന്ത്വനിപ്പിക്കാനാ പറയുന്നത്. ഉമ്മയെ തൊട്ടിട്ട് എത്ര കാലമായിട്ടുണ്ടാവും ചില മക്കള്, വാപ്പയെ തൊട്ടിട്ട്, മകൾക്കൊരു ഉമ്മ കൊടുത്തിട്ട്, ജ്യേഷ്ഠനൊന്ന് ചേർത്ത് പിടിച്ചിട്ട്. നമ്മുടെ സമൂഹത്തിൽ ടച്ചിങ് ഇല്ല. അത് വളരെ മോശമായൊരു കാര്യമായിട്ടാണ് നമ്മൾ ആളുകൾ കാണുന്നത്. അപ്പോൾ റസൂല് ഖദീജ ബീവിയോട് പറയുന്നത് എന്നെ പുതപ്പിക്കൂന്ന്. എന്നെ പുതപ്പിക്കൂന്ന് പറയുന്ന ഒരു ശീലകഷ്ണം കൊണ്ടല്ല, ഖദീജ എന്ന വ്യക്തിയോടാ പറയണത് എന്നെ പുതക്കുന്ന്. നിങ്ങളുടെ ആലോചിക്കേണ്ടത് റസൂലിനെ അവരെങ്ങനെയാണ് സ്വീകരിച്ചതെന്നാണ്. റസൂലിനോട് അവർ എത്ര സാന്ത്വനത്തോടെ എത്ര ശാന്തമായിട്ടാണ് പിന്നെ സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിനാ മലിന്റെ മുകളിൽ പോയി കയറി കുത്തുന്നതെന്നും പറയുന്നില്ലേ അല്ലേ? 55 വയസ്സായൊരു സ്ത്രീ റസൂലിന് ഓരോ നേരവും ഭക്ഷണവും കൊണ്ട് പോവാണ് അങ്ങോട്ട്. വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും നോക്കണം. മക്കളെ നോക്കിയാൽ മാത്രം പോരാ, വരുമാനം കൂടി വേണം. ഭർത്താവ് അവിടെ മലയുടെ മുകളില് ദൈവികമായൊരു കാര്യം നിർവഹിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ അതിന്റെ യാതൊരു പരാതിയുമില്ല. ഓരോ നേരവും ഭക്ഷണം കൊണ്ടുപോകുന്നു, റസൂലിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് റസൂല് പേടിച്ചിട്ടാ ഓടി വരുന്നത്. അപ്പൊ പറയണ എന്താണ്? നിങ്ങളെ പടച്ചവൻ കൈവിടുകയില്ല എന്നാ പറയണത്. നിങ്ങൾ ആർക്കൊരു ദ്രോഹം ചെയ്ത ആളല്ലല്ലോ, നിങ്ങൾ നല്ലത് ചെയ്ത ആളാ. നിങ്ങൾ പാവപ്പെട്ട മനുഷ്യന്റെ കഷ്ടപ്പാടുകളെ കാണുന്നവനാ, കരയുന്നവന്റെ കണ്ണീര് തുടക്കുന്നവനാ. നിങ്ങളെ റബ്ബ് കൈവിടുകയില്ല എന്ന് പറയും. അതാണ് പുതപ്പിക്കൽ. മനസ്സിലായില്ലേ? അതൊരു ശീലകഷ്ണം കൊണ്ട് നിർവഹിക്കപ്പെടുന്നതല്ല. ഒരു മനുഷ്യന്റെ വാക്കിന് ഒരായുസിന്റെ നീളം ഉണ്ടാവും. റസൂലിന് അപ്പ കിട്ടിയ ഒരു ഊർജം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ആ റസൂലാണ് പ്രവാചകനായി മാറുന്നത്. പിന്നെ എങ്ങനെ ഖദീജ ബീവിനെ മറക്കോ? ഖദീജ ബീവി മരണപ്പെട്ട് ആ വർഷത്തെക്കുറിച്ചാണ് റസൂല് പറഞ്ഞത് ദുഃഖവർഷം എന്നാണ്. ആ മരണപ്പെട്ട് കുറെ കാലം റസൂല് വേറെ കല്യാണം കഴിച്ചില്ല. അപ്പൊ റസൂലിന്റെ വീട്ടിലേക്ക് അടിച്ചു തെളിക്കാനും വൃത്തിയാക്കാനൊക്കെ വരുന്നൊരു സ്ത്രീയുണ്ട്. അവരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന റസൂലിനോട് പറയും, റസൂല് വേറൊരു കല്യാണം കഴിച്ചൂടെ? അപ്പൊ റസൂൽ എന്താ പറയാന്നറിയോ? എന്താ പറയാ? എന്റെ ഖദീജയെ പോലെ വേറെ ആരുണ്ട് എന്ന് ചോദിക്കും. ഒരിക്കൽ ആയിഷ ബീവി റസൂൽ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഒരു പെൺകുട്ടി വന്നു. ആ കുട്ടിയുടെ പേര് ഹാല എന്നാണ്. ഖദീജ ബീവിയുടെ അനിയത്തിയാണ്. ഖദീജ ബീവിയുടെ അതേ രൂപമുള്ള കുട്ടിയാണ്, അതേ സൗണ്ട്. റസൂലിന് ഖദീജ ബീവിയെ ഓർമ്മ വന്നു. റസൂൽ ആ കുട്ടിയെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. റസൂലിന് ഉത്കടമായ ഒരു ആഹ്ലാദം. ഇത് സ്വാഭാവികമായി ആയിഷ ബീവിക്ക് വേണ്ടതുപോലെ ഇഷ്ടപ്പെട്ടില്ല. അവരിങ്ങനെ ഒഴിച്ചു കൊണ്ടുപോയിട്ട് റസൂലിനോട് ചോദിച്ചു, റസൂലെ ഇത്രയൊക്കെ വേണോ? ഇപ്പോഴുമുണ്ടോ ഖദീജ ഉള്ളിൽ? റസൂലിന് ഖദീജയേക്കാൾ നല്ല ആളുകളൊക്കെ പിന്നെ കിട്ടിയിട്ടില്ലേ എന്ന് വെച്ചു. റസൂലെ ഖദീജയേക്കാൾ നല്ല ആളുകളെ പിന്നെ കിട്ടിയിട്ടില്ലേ? കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം ഉണ്ട് എന്നാണ് അല്ലേ? പക്ഷെ റസൂല് പറഞ്ഞെന്താണെന്നറിയോ? ഇല്ല ആയിഷ എന്ന് പറഞ്ഞു. ആയിഷ ബീവിക്ക് എന്ത് തോന്നുന്നൊന്നും റസൂൽ ആലോചിച്ചില്ല. റസൂൽ ഉള്ളത് പറഞ്ഞു. ഇല്ല ആയിഷ, എല്ലാവരും കൈവടിഞ്ഞപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചവളാണവൾ. എല്ലാവരും എന്നെ കല്ലെറിഞ്ഞപ്പോൾ എന്റെ കൂടെ നിന്നവളാണവൾ എന്ന് പറഞ്ഞ് റസൂൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ആ വാക്കുകൾ. അപ്പൊ റസൂലിന് മറക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു വ്യക്തി, ആ വ്യക്തി എത്രയോ കാലത്തിനു ശേഷം ഓർമ്മിക്കപ്പെടുന്നു. റസൂലിന്റെ പ്രണയം കിട്ടിയവരാണ് ഖദീജ ബീവി എന്ന് പറയുന്നത്. അഷ്റഫുൽ ബഷറാണ് റസൂല്, ഏറ്റവും ഉന്നതനായ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയുടെ പ്രണയം ലഭിച്ച സ്ത്രീയാണ് ഖദീജ ബീവി. അത് വെറുതെ കിട്ടിയതല്ല അല്ലേ? അത് തീർച്ചയായും ഈ ഒരു ഉൾക്കൊള്ളൽ കൊണ്ട് കിട്ടിയതാ. റസൂലിനെ അത്രയധികം മനസ്സിലാക്കിയിരുന്നു. അതുപോലെ ഉള്ള ഒരു ഇണയാണ് ഹാജറ ബീവി എന്ന് പറയുന്നത്. ഹാജറ ബീവി എന്ന് പറയുന്നത് ഒരു അടിമ സ്ത്രീയായിരുന്നു. അറിയാലോ അല്ലേ? അറിയോ? അവരൊരു അടിമ സ്ത്രീയായിരുന്നു. എങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് അവർ വരുന്നത് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ സാറ ബീവി ആയിരുന്നു ഇബ്രാഹിം നബിയുടെ ആദ്യ ഭാര്യ അല്ലെ? അവർ രണ്ടുപേരും ഒരു രാജ്യത്തു കൂടെ പോവുകയായിരുന്നു. ആ രാജ്യത്തുള്ള രാജാവിനൊരു ദുഷ്ടവിനോദമുണ്ട്. ഒരാളുടെ കൂടെ ഒരു സ്ത്രീയെ കണ്ടാൽ അയാൾക്ക് അവരെ സ്വന്തമാക്കണം. പക്ഷെ അതൊരാളുടെ പെങ്ങളാണെങ്കിൽ അയാൾക്ക് വേണ്ട, ഭാര്യയാണെങ്കിൽ മാത്രം അയാൾക്ക് വേണം. അങ്ങനെ ഒരു വികൃത സ്വഭാവമുള്ള ഒരാള്. അപ്പോൾ ഇബ്രാഹിം നബി കൂടെയുള്ളത് പെങ്ങളാണ് എന്ന് പറഞ്ഞു. ഭാര്യയാണെന്ന് പറഞ്ഞാൽ ആ സാറയെ നഷ്ടപ്പെടും. അപ്പൊ ഇബ്രാഹിം നബി ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കളവ് പറഞ്ഞതാണ്. എന്ത്? എന്റെ സഹോദരിയാണ്. അപ്പൊ അയാള് അതിൽ വേണ്ടത്ര ഒന്നും പ്രശ്നമാക്കിയില്ല. പിന്നെ
അവര് തമ്മിലുണ്ടായ സൗഹൃദത്തിന്റെ ഭാഗമായി സാറാ ബീവിക്ക് ആ രാജാവ് കൊടുത്ത സമ്മാനമാണ് ആര്? ഹാജറ എന്ന അടിമ സ്ത്രീ. സമ്മാനമൊക്കെ കൊടുക്കില്ല, അങ്ങനെ പൊതിഞ്ഞിട്ട് കൊടുക്കുന്നത് പോലെ അടിമകളൊക്കെ കൊടുക്കുക. അങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് ആര് കടന്നു വരുന്നത്? ഹാജറ ബീവി. പിന്നെ ഹാജറ ബീവിയെ ഇബ്രാഹിം നബിക്ക് ഭാര്യയായിട്ട് സമ്മാനം, മക്കളില്ലാത്തതുകൊണ്ട് സാറാ ബീവി സമ്മാനം ആയിട്ട് ഭർത്താവിന് കൊടുത്ത ഹാജറ ബീവി. ആ ഹാജറ ബീവിയിൽ മക്കളുണ്ടാവുന്നു. അങ്ങനെ ഒരടിമ സ്ത്രീ, സ്വന്തമായൊരു പേര് പോലും ഇല്ലാത്തൊരു അടിമ സ്ത്രീ. ഹാജറ എന്ന് പറഞ്ഞവരുടെ പേരൊന്നുമല്ല. ഹിജറ പോയവൾ, ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് ഹിജറ പോയതുകൊണ്ട് ഹാജിറ എന്ന് പറയും. ബൈബിളിൽ ആഗർ എന്നാണ് പറയുന്നത്. അത് ആജർ തന്നെ ആയിരിക്കും. ആജർ എന്നുള്ളതിന്റെ മറ്റൊരു പ്രയോഗമായിരിക്കും. ആ സ്ത്രീ ഇന്നും നമ്മുടെ ഓർമ്മയിലുണ്ട്. ആലോചിച്ച് നോക്കൂ. സൊഫയും മറുവയും അള്ളാന്റെ ചിഹ്നങ്ങളാണെന്ന് ഖുർആൻ പറഞ്ഞു. എന്താ സൊഫയും മറുവയും അള്ളാന്റെ ചിഹ്നങ്ങളാവാനുള്ള കാരണം? ഏതെങ്കിലും ഒരു പ്രവാചകൻ അവിടെ കയറി നിന്നതുകൊണ്ടാണോ? അവിടെ കയറി നിന്നത് ഒരു പാവ ഉമ്മയാണ്. എന്തിനാ കയറിയുന്നത്? ദൈവികമായ ഒരു കാര്യം ചെയ്യാനുമല്ല, നിസ്കരിക്കാനോ ഒന്നുമല്ല. സ്വന്തം കുട്ടിക്ക് വെള്ളം അന്വേഷിച്ചിട്ട് ഓടി നടന്നതാ. ഓർക്കണം, ആ ഒരൊറ്റ കാരണം കൊണ്ട് സൊഫയും മറുവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഇന്ന സൊഫ വൽ മറുവത മിൻ ശഅഇരില്ലാ. ഹാജറ ഒരു ചരിത്രമാണ്. എന്തായിരുന്നു ഹാജറ ബീവിയുടെ പ്രത്യേകത എന്ന് ആലോചിച്ചു. നേരത്തെ ഖദീജ ബീവിയെ കുറിച്ച് പറഞ്ഞ അതേ കാര്യമാണ്. സ്വന്തം ഭർത്താവിന് അത്രയും മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത്. ഭർത്താവ് ഭാര്യ എന്നുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ഇണ, പരസ്പരം എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയത്. ഭാര്യ ഭർത്താവിനെ മാത്രം മനസ്സിലാക്കിയ പോരെ, ഭർത്താവ് ഭാര്യയും മനസ്സിലാക്കണം. അപ്പോ ഇണകൾ എന്നുള്ള ഒരർത്ഥത്തിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. പരസ്പരം അത്രയും ഉൾക്കൊണ്ടിരുന്നു എന്നുള്ള, അതുകൊണ്ട് മറക്കാൻ കഴിയുന്നില്ല. ഒരാളിൽ മറ്റൊരാളിൽ നിന്ന് വേർപെട്ടു പോയാലും മരിച്ചു പോയാലും ഇവിടുന്ന് പോകൂല, ഉള്ളിലുണ്ടാവുക. അത്രയേറെ കനമുള്ളൊരു പ്രണയ അനുഭവമായിട്ട് പരസ്പരം മാറിയ ഒന്നാണ്. ആലോചിച്ച് നോക്കൂ, പ്രസവത്തിന്റെ ക്ഷീണം മാറിയിട്ടില്ലാത്തൊരു ഉമ്മയാണ് ഹാജറ ബീവി. ചെറിയ കുട്ടിയെ മാത്രമല്ല മക്കയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത്, പ്രസവത്തിന്റെ ക്ഷീണം മാറിയിട്ടില്ലാത്ത ഉമ്മയാണ് ഹാജറ. അതും ആദ്യ പ്രസവം. ആദ്യ പ്രസവത്തിന്റെ ആകുലതയും ബേജാറും എത്ര വലുതായിരിക്കും അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ 10 കുപ്പി നെയ്യ് അവരുടെ ഉള്ളിലേക്ക് ആക്കണം എന്നാണ് പറയാ. എങ്ങനെങ്കിലും ചോറായിട്ടോ പലഹാരമായിട്ടോ എന്ന് പറഞ്ഞാൽ അത്രയും ജീവിതത്തിൽ വലിയ തീവ്രമായൊരു അനുഭവം നേരിട്ടൊരു സ്ത്രീയാണ്. അപ്പൊ അത്രയേറെ കെയറിങ് ആവശ്യമുള്ളൊരു സമയത്ത് ഇബ്രാഹിം നബി എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്ക എന്ന് പറഞ്ഞൊരു മരുഭൂമിയിൽ കൊണ്ടുപേക്ഷിച്ച് തിരിഞ്ഞു നടക്കുകയാണ്. ബാക്കിലേക്ക് നോക്കരുതെന്നാ ഇബ്രാഹിം നബിനോട് പറഞ്ഞ്. തിരിഞ്ഞു നോക്കരുത് ആ കുട്ടിയെയും ഉമ്മയെയും. തിരിഞ്ഞു നോക്കിയാലുള്ള പ്രശ്നം എന്താ? തിരിഞ്ഞു നോക്കിയാൽ തിരിച്ചു വിളിക്കുന്ന 4 കണ്ണുകളുണ്ട്. ഇബ്രാഹിം നബിക്ക് അവിടുന്ന് പോകാൻ കഴിയൂല. കഴിയോ? നമുക്ക് കഴിയോ? നമ്മളൊരു കുട്ടിയെ അവിടെ ഇട്ടിട്ട് പോരാൻ കഴിയോ? അതുകൊണ്ട് അല്ലാഹ് തിരിഞ്ഞു നോക്കരുത് എന്ന്, നിനക്ക് വേറെ നിയോഗങ്ങളുണ്ട് എന്നാ പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി ഇറാഖിലേക്ക് തിരിച്ചു പോവാണ്. ആ കുട്ടിയും ഉമ്മയും എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ? കുട്ടിക്കൊരു കഷ്ടപ്പെടില്ല, ആ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്തിനാണ് ആ ഉമ്മ വെള്ളം അന്വേഷിച്ച് ആ താഴ്വരയിലൂടെ ഓടി നടന്ന്? ആ ഉമ്മക്ക് മുലപ്പാലില്ലായിരുന്നോ? ഇല്ലായിരുന്നു, അത് വറ്റിപ്പോയിരുന്നു ആ തീക്ഷ്ണമായ വെയിൽ കൊണ്ട്. എന്നിട്ട് എങ്ങനെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ കുട്ടിയെ വളർത്തിയിട്ടുണ്ടാകുക എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആ കുട്ടി ഓടാനും ചാടാനും തുടങ്ങുന്ന സമയത്താണ് വാപ്പ പിന്നെ വരുന്നത്, ഭർത്താവ് വരുന്നത്. എന്തിനാ വരുന്നത്? ഇനി മതി, വീട്ടിലേക്ക് പോകാം എന്ന് പറയാനല്ല, ഇനി മതി, ഇവനെ ബലിയറുക്കണം എന്ന് പറയാനാ. അപ്പൊ ആ ഉമ്മ എന്താ ചെയ്യുന്നത്? ഇത് അള്ളാന്റെ കൽപ്പനയാണോ? ആണ്. ആ കുട്ടിയെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഒരു ഉമ്മ കൊടുത്ത് ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. മുടിയെട്ടാനൊക്കെ ഉപ്പാന്റെ അടുത്ത് കൊടുത്ത് അയക്കൂലേ നമ്മളെ കുട്ടികളെ? അതുപോലെ മകനെ വാപ്പാന്റെ കയ്യിൽ ഏൽപ്പിക്കുക. എന്തിനാ? ഇനി ആ കുട്ടിനെ കാണൂല ഉമ്മ. ഈ കഷ്ടപ്പെട്ടതൊക്കെ ഇതിനായിരുന്നോ എന്ന് ചോദിച്ചിട്ടില്ല. ഇതിനായിരുന്നോ ഈ മരുഭൂമിയിൽ കൊണ്ടാക്കിയതും ഇത്ര കാലം ഞങ്ങൾ ഈ തീക്ഷ്ണമായ പ്രയാസങ്ങൾ അനുഭവിച്ചത് എന്ന് ചോദിച്ചിട്ടില്ല. കുട്ടിയെ അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ വാപ്പാന്റെ കൈ കൊടുക്കുന്നു. ഓർക്കണം, ആ കുട്ടിയോട് ഇബ്രാഹിം നബി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? നിന്നെ അറുക്കണം എന്നാണ് അള്ളാഹ് പറയണത്. എന്ത് ചെയ്യണം? എന്റെ സ്വപ്നത്തിൽ അള്ളാഹ് എന്നോട് പറഞ്ഞിരിക്കുന്നു, നിന്നെ ബലി അറുക്കണം. ഞാൻ എന്ത് ചെയ്യണം മോനെ? എന്താ മോൻ പറഞ്ഞത്? നിങ്ങളോട് അള്ളാഹ് എന്താണ് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തോളൂ, ഞാൻ സുബറുള്ളവനായിരിക്കും. അങ്ങനെ പറയാൻ ആ കുട്ടിയെ പഠിപ്പിച്ചതാരാണ്? വാപ്പയാണോ? വാപ്പയാണോ? വാപ്പ പിന്നെ വരിക, അന്ന് പോയതാ. പിന്നെ ആരാണ്? ഉമ്മയാണ്. ആ ഉത്തരത്തിന്റെ പിന്നിലുള്ളത് ഒരു ഉമ്മയാണ്. വലിയ ഒരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന ഹാജറ.
പിന്നെ എങ്ങനെ മറക്കാൻ പറ്റും ഇബ്രാഹിം നബിക്ക്? അല്ലേ? അപ്പൊ ഈ ഉൾക്കൊള്ളല് നമ്മൾ ആ ഖുർആനിലെ ഓരോ ഭാഗവും ഇങ്ങനെ വായിച്ചു നോക്കൂ. ഓരോ പ്രവാചകന്റെ കഥനങ്ങളിൽ നിന്നും ഖുർആൻ ഇങ്ങനെ പറഞ്ഞു തരുന്ന ഇങ്ങനെ കുറെ അടരുകളുണ്ട്. എന്ന് പറഞ്ഞാല് ബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ അനുഭവം പരസ്പരമുള്ള ഈ അംഗീകാരമാണ്. അതുകൊണ്ടാണ് മിൻ അംഫുസിക്കും എന്നുള്ള പ്രയോഗം അവിടെ വന്നത്. അതത്ര പ്രധാനമാണ്. നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെയുള്ള എല്ലാ സ്വാഭാവികതകളുള്ള മനുഷ്യനാണ്. ഒരാൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ശരികൾ മാത്രം അംഗീകരിക്കലല്ലോ, ആണോ? അയാളുടെ പോരായ്മകൾ കൂടി അംഗീകരിക്കല. ബഷീർ പറഞ്ഞതുപോലെ ഈ ലോകത്തെ തന്നെ അതിന്റെ പോരായ്മകളോട് കൂടി ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റിയാലേ അത് ജീവിതമാവുള്ളൂ. ഒരാൾ നന്നായതിനു ശേഷം അയാളെ സ്നേഹിക്കലല്ല, അയാൾ ഇപ്പൊ ഉള്ളത് എങ്ങനെയാണോ അങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കലാണ്. അതാണ് ജീവിതം. അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് യാതൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഏറ്റവും വലിയ അംഗീകാരം ആവശ്യമുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് ഖുർആൻ അവിടെ മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് അസുവാജ, നിങ്ങൾക്ക് നാം ഇണകളെ നൽകിയിരിക്കുന്നു. അസുവാജ് എന്ന പദത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ പദത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്. അത് ഒന്നാകലാണ്. അതിനുശേഷമാണ് ഖുർആൻ പറയേണ്ടത് എന്ത്? ലിതസ്കുനു ഇലൈഹ. ഇലൈഹ എന്ന് പറഞ്ഞ അറബി പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? കുറച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? ഇലൈഹ എന്ന് പറഞ്ഞാൽ എന്താ? ഹാ എന്ന് പറഞ്ഞാല് അവൾ എന്നാണ്. ഹൂ എന്ന് പറഞ്ഞാൽ അവൻ. ഇലൈഹ എന്ന് പറഞ്ഞാൽ അവളിൽ നിന്ന്. ഇത് സ്ത്രീയിൽ നിന്ന് പുരുഷന് കിട്ടുക എന്ന അർത്ഥത്തിലല്ല, അസുവാജ് എന്ന അർത്ഥത്തിലാണ്. മനസ്സിലായില്ലേ? പലപ്പോഴും ഞാനത് പറയണത് എന്നറിയോ, നിക്കാഹ് പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. അവളിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടുവോ എന്ന് പറയും. അതൊന്നല്ല പറഞ്ഞേ. അസുവാജിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ. ഇണകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീക്ക് പുരുഷനിൽ നിന്നും പുരുഷന് സ്ത്രീയിൽ നിന്നും. അറബി ഭാഷയില് എല്ലാ പ്ലൂരലും സ്ത്രീ പദത്തിലായിട്ടാണ് ഉപയോഗിക്കുക, സ്ത്രീലിംഗത്തിലാണ് ഉപയോഗിക്കുക. അസുവാജ് എന്ന് പറഞ്ഞാൽ കുല്ലു ജംഇൻ മുഅന്നസ എന്നാണ്, അങ്ങനെ എന്താണ് പറയാ. അതുകൊണ്ടാണ് അവിടെ ഇലൈഹ എന്ന് പറഞ്ഞത്. അത് പ്രത്യേകം പറയണം, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്താണ്? രണ്ടു കൂട്ടരോടും കൂടിയുള്ള അഡ്രസ് ചെയ്തിട്ടുള്ള സംസാരമാണത്. ഒരാളോട് മാത്രം. കാരണം ഒരാൾക്ക് മാത്രം കിട്ടിയാൽ പോരത്. രണ്ടാളുകൾക്കും ഇതേപോലെയുള്ള അംഗീകാരവും ഉൾക്കൊള്ളലും രണ്ടാളുകൾക്കും വേണം. ഇല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഒരു രസം ഉണ്ടാവില്ല, അതിൽ യാതൊരു സൗന്ദര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുർആൻ അങ്ങനെ തന്നെ അത് പ്രയോഗിച്ചു. ആ പ്രയോഗത്തിന് പോലും പ്രത്യേകത ഉണ്ട്. ശരി, ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആ ഇണയിൽ നിന്ന് സമാധാനം കിട്ടാൻ. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ശാന്തത എന്നാണ്, പ്രശാന്തമായൊരവസ്ഥക്ക് പറയണം. വീടിന് അറബിയിൽ മസ്കൻ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? മസ്കൻ എന്ന് പറഞ്ഞാൽ എന്താ? മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ? സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞാലോ സുക്കൂന് കിട്ടുന്ന സ്ഥലമാണ്, അതിന്റെ ഉറവിടാണ്, സോഴ്സ്. എന്താ സുക്കൂന്? സമാധാനം, ശാന്തത. ഒരു വീട്ടിൽ അതില്ലെങ്കിൽ അത് വീടല്ല, അത് കെട്ടിടമാണ്. സമാധാനമില്ലാത്ത വീട് എന്താണ്? കെട്ടിടമാണ്. സമാധാനമുള്ളതാണ് എന്ത്? മസ്കൻ. വീടിന്റെ പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ ശാന്തതയും സ്വസ്ഥതയും വീടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടണം, ഇല്ലെങ്കിൽ അത് വീടല്ല. ഈ 18 19 വയസ്സ് വരെ നിങ്ങൾക്ക് കിട്ടാത്ത ഒന്ന് 20ാമത്തെ വയസ്സ് മുതൽ, വിവാഹം മുതൽ കിട്ടണം. എങ്കിലാണ് അത് ഇസ്ലാം ആഗ്രഹിക്കുന്ന വിവാഹമാണത്. അതിന് ചില നിബന്ധനകളുണ്ട്, അത് പിന്നെ പറയുന്നുണ്ട്, അതിനുശേഷം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരസ്പരം ശാന്തത അനുഭവിക്കാനാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത മനസ്സിന്റെ സമാധാനം വിവാഹത്തോടുകൂടി ലഭിക്കുക. അതിനാണ് ഈ കൂട്ടിയോജിപ്പിക്കൽ. എന്നിട്ടാണ് പിന്നെ പറയുന്നത് വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. വജഅല ബൈനക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ രണ്ടാളുകളുടെ ഇടയിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അത്രേ പറഞ്ഞുള്ളൂ. അള്ളാഹു നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്ത്? മവദ്ദത്തും റഹ്മത്തും. മവദ്ദത്ത് കേട്ടിട്ടുണ്ടോ? എന്താണ്? സ്നേഹം. സ്നേഹം എന്നാ നമ്മൾ പറയാ. സ്നേഹം എന്നർത്ഥം കിട്ടുന്ന 90ഓളം പദങ്ങളുണ്ട് അറബിയിൽ എന്നാ പറയുന്നത്. അതിന്റെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഇട്ടത്. അതുപോലൊരു പദമല്ല മവദ്ദത്ത്. അള്ളാഹുവിന്റെ ഓരോ പ്രയോഗവും പ്രധാനമാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പിന്നെ ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമാണ്.
വദൂദ് എന്നൊരു പേര് പോലും അള്ളാഹുവിനുണ്ട്. മവദ്ദത്ത് എന്ന് പറഞ്ഞാല് ആ ഒരു അനുഭവമാണ്, ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം. അതിനാണ് നമ്മൾ പ്രണയം എന്ന് പറയാം. അതൊരാളോട് മാത്രമല്ല, അയാളുമായി ബന്ധപ്പെട്ടതിനോടൊക്കെയുള്ളൊരു സ്നേഹമാണത്. ഒരു ഇലയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇല നിൽക്കുന്ന ചില്ലയെ, ആ ചില്ല നിൽക്കുന്ന മരത്തെ, ആ മരം നിൽക്കുന്ന മണ്ണിനെ ഒക്കെ ഒരാൾ സ്നേഹിക്കലാണ് ഒരു ഇലയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുമായി റിലേറ്റഡ് ആയതിനോടെല്ലാം തോന്നുന്ന സ്നേഹമാണ് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ. പ്രണയാണത്. പ്രണയം എന്നുള്ള പദം പോലും അസ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അതിന്റെ ഏറ്റവും ശരിയായൊരു സ്ഥാനം നിശ്ചയിച്ചു തരികയാണ് ഖുർആൻ ചെയ്യുന്നത്. പ്രണയ ദിനമല്ല, പ്രണയ ജീവിതമാണ് ഖുർആൻ പറയുന്നത്. ഫെബ്രുവരി 14 അല്ലത്, ജീവിതം മുഴുവനുള്ളതാണ്. അതാണ് മവദ്ദത്ത് റഹ്മത്ത് എന്ന് പറയുന്നത്. ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമാണ്. ബഷീറിന്റെ ഒരു കഥാപാത്രം ഭാര്യ ഭർത്താവിനോട് പറയുന്നുണ്ട്, എന്റെ ഉള്ളിലുള്ളത് രക്തവും മാംസവുമല്ല, നിങ്ങളോടുള്ള സ്നേഹവും കാരുണ്യവുമാണ് എന്ന് പറയുന്നത്. ആ സ്നേഹമാണത്. ഖുർആൻ ഇവിടെ പ്രയോഗിച്ചതുപോലെ രസകരമായ ഒരു വിധത്തിലാണ്. ആദ്യം മവദ്ദത്ത് പറഞ്ഞു, പിന്നെ റഹ്മത്ത്. റഹ്മത്ത് എന്താണ്? കാരുണ്യം. നമുക്കറിയുന്ന അല്ലെ, നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഇടയിൽ പ്രണയവും കാരുണ്യവും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ. ആദ്യം പ്രണയം പറഞ്ഞു, പിന്നെ കാരുണ്യം പറഞ്ഞു. വിവാഹത്തിന്റെ ആദ്യത്തിൽ എന്തായിരിക്കും? പ്രണയം തന്നെ ആയിരിക്കും. പിന്നെന്തായിരിക്കും? അത് കാരുണ്യമായി മാറും. ആദ്യത്തിലൊക്കെ പ്രണയം തന്നെയാണ്. കണ്ടാലും സംസാരിച്ചാലും ഒരുമിച്ചിരുന്നാലും ഒന്നും പൂതി തീരാത്ത, കൊതിമാറാത്ത ഒരു അനുഭവമാണ്. പിന്നെ കുറച്ചു കാലം ഇങ്ങനെ പിന്നിടും തോറും അത് കാരുണ്യത്തിലേക്ക് വഴിമാറും. ഒന്ന് വിയർക്കുന്നത് കാണുമ്പോൾ, ഒരു രോഗം വരുന്നത് കാണുമ്പോൾ, ഒന്ന് ക്ഷീണിക്കുന്നത് കാണുമ്പോൾ, അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയുടെ പേര് കാരുണ്യം എന്നാണ്. പാലിയേറ്റീവ് പ്രവർത്തനത്തിനിടയിൽ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ഭർത്താവ്, ഭാര്യ അൽഷിമേഴ്സ് പോലെ എന്തോ ഒരു അസുഖം ബാധിച്ച് കിടക്കുകയാണ്, ഓർമ്മയൊന്നുമില്ല. ഭർത്താവ് ഒരു പട്ടാളക്കാരനാണ്, പഴയ കണ്ടാൽ തന്നെ ഒരു ആജാനുബാഹുവാണ്, ഭയങ്കര കരുത്തൊക്കെ ഉള്ള ഒരാളാണ്. പഴയ പട്ടാള കഥകളൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. നേഴ്സ് അവിടെ പോയിട്ട് അവരെ ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പൊ പഴയ പട്ടാള കഥകളൊക്കെ പറഞ്ഞ് വളരെ ആവേശം കൊള്ളുന്നതിനിടയിൽ ഇയാൾ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു. ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ട് ഇയാൾ കരഞ്ഞുപോയി. ആ മനുഷ്യൻ കരയുന്നെന്ന് നമുക്ക് തോന്നൂല, പക്ഷെ അത്രയും ഒരു ചെറിയ കുട്ടിയെ പോലെ അയാൾ ഇങ്ങനെ വിതുമ്പി കരഞ്ഞു. എന്നിട്ട് അയാൾ പറയണത് എന്താണെന്നറിയോ? എനിക്കെന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ഇവിടെ ആളുണ്ട്, പക്ഷേ എനിക്കൊരു തമാശ പറയാൻ, ഒന്ന് ഇണങ്ങാൻ, ഒന്ന് പിണങ്ങാൻ, അതിനൊക്കെ വേണ്ട ആളാണ് ആ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ കരയുന്നത്. ഇതെന്താണ്? ഇതല്ലേ മവദ്ദത്ത് റഹ്മത്ത് എന്നൊക്കെ പറയുന്നല്ലേ? അത് വേറൊരു മനുഷ്യനോട് ഒരാൾക്ക് തോന്നുന്നതല്ലല്ലോ. അത്രയേറെ ഗാഠമായൊരു ബന്ധത്തിലേക്ക് അവര് രണ്ടുപേരും ഉൾച്ചേർന്നതാണ്. അത് അള്ളാന്റെ സമ്മാനമാണെന്നാ പറയുന്നത്. അതെല്ലാവർക്കും കിട്ടൂല. അത് അള്ളാന്റെ ബർക്കത്താ. അതാണ് വജഅല ബൈനക്കും എന്ന് പറഞ്ഞത്. അള്ള തരുന്നതാണ് എന്ന് പറഞ്ഞത്. എല്ലാ ബന്ധത്തിലും അത് ഉണ്ടാവില്ല. കല്യാണമൊക്കെ എല്ലാവരും കഴിക്കും, പക്ഷെ അതിന്റെ ഉള്ളിൽ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് തന്നെ കിട്ടണം. ബർക്കത്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് രണ്ടാമതായി കിട്ടുന്ന അനുഗ്രഹമാണ്. അനുഗ്രഹം എല്ലാവർക്കും കിട്ടും, പക്ഷേ ബർക്കത്ത് എല്ലാവർക്കും കിട്ടില്ല. മനസ്സിലായില്ലേ? റഹ്മത്ത് എല്ലാവർക്കും കിട്ടും, അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കിട്ടും. അനുഗ്രഹങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹത്തിന്റെ പേരാണ്, റഹ്മത്തിന് കിട്ടേണ്ട റഹ്മത്തിന്റെ പേരാണ് എന്ത്? ബർക്കത്ത് എന്ന് പറയുന്നത്. അതെല്ലാ ബന്ധത്തിലും ഉണ്ടാവില്ല. കേരളം എങ്ങനെ ചിന്തിക്കുന്നു, കേരളം എങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു സർവേ ഉണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ. ആ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കും പറഞ്ഞത് ആ സർവേയിൽ പറയുന്നുണ്ട്, അടുത്ത കാലത്ത് 1.5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള വിവാഹ മോചന കേസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ പഠിപ്പിക്കുകയല്ല, നിക്കാഹ് പ്രസംഗങ്ങളിൽ പോലും തലാഖിന്റെ നിയമം പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാന്ന് വിചാരിക്കരുത്. പക്ഷേ പലപ്പോഴും വിവാഹ മോചനത്തിലേക്ക് എത്തുന്നതിന്റെ കാരണങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അത് വളരെ ഭീകരമാണ് അതിന്റെ കാരണങ്ങൾ പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്രാക്ഷൻ കൊണ്ട് ആരംഭിക്കുന്ന വിവാഹങ്ങളാണ്, പക്ഷെ പലതും തകർച്ചയിലേക്ക് എത്തുന്നത്. പ്രണയിക്കുന്ന ആളുകളല്ല കല്യാണം കഴിക്കേണ്ടത്, സുഹൃത്തുക്കളാണ് കല്യാണം കഴിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറയണു, നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കാൻ വേണ്ടി പറയണല്ല. പ്രണയിക്കുന്നവരുടെ കല്യാണം പലപ്പോഴും നല്ല രീതിയിലല്ല അവസാനിച്ചിട്ടുള്ളത്. പ്രണയവിവാഹങ്ങളൊന്നും നല്ല കഥകളൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. പക്ഷേ വിവാഹം കഴിക്കേണ്ടത് ഏറ്റവും പരസ്പരം മനസ്സിലാക്കിയ സുഹൃത്തുക്കളാണ്. പ്രണയത്തിൽ സംഭവിക്കുന്നതല്ല സൗഹൃദത്തിൽ സംഭവിക്കുന്നത്. സൗഹൃദത്തിൽ ഉൾക്കൊള്ളൽ അത്ര പ്രധാനമായി സംഭവിക്കും. നമ്മുടെ സുഹൃത്തിന് എന്തെല്ലാം പോരായ്മ ഉണ്ടെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ. ഉണ്ടോ? അത് നമ്മൾ എത്ര സുന്ദരമായിട്ട് അംഗീകരിക്കുക.
എന്റെ പാരന്റ്സ് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ സുഹൃത്തിനെ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറയും കുട്ടികൾ. അതെന്താ സുഹൃത്ത് മനസ്സിലാക്കുന്നു എന്ന് പറയണേ? സുഹൃത്തുക്കൾ നമ്മളോട് നോ എന്ന് പറയില്ല, പേരൻസ് പലപ്പോഴും നമ്മളോട് നോ എന്ന് പറയും. ഇന്ന് ക്ലാസ് കട്ട് ചെയ്യല്ലോ വെച്ചാൽ കട്ട് ചെയ്യുക, സിനിമക്ക് പോയല്ലെന്ന് വെച്ചാൽ പിന്നെ പൈസ ഉണ്ടെങ്കിൽ പോവാ. മൂപ്പർക്ക് യാതൊരു വിയോജിപ്പില്ല നമ്മളോട്. സൗഹൃദം എന്ന് പറഞ്ഞാൽ അത്രയേറെ ഒരാൾക്ക് ഒരാളെ മനസ്സിലാകലാണ്. അതല്ലേ വിവാഹത്തിൽ വേണ്ടത്, അല്ലേ വേണ്ടത്? പക്ഷെ പ്രണയത്തിലാവുന്നല്ല സംഭവിക്കുന്നത്. പ്രണയം ഒരു അട്രാക്ഷനാണ്, ഒരു വസന്തം പോലെയാണ്. ഒരു വസന്തം വരുമ്പോൾ പൂക്കളും ചെടികളൊക്കെ ഇങ്ങനെ സുന്ദരമാകുന്നത് പോലെ പ്രണയം സംഭവിക്കുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പക്ഷെ വസന്തം തീർന്നാൽ അത് തീരും ചെയ്യും. അതല്ല സൗഹൃദത്തിൽ സംഭവിക്കുന്നത്. അപ്പം മവദ്ദത്തും റഹ്മത്തും എന്നതാണ് വിവാഹബന്ധത്തിന്റെ ബർക്കത്ത്. പരസ്പരം കൂട്ടിച്ചേർക്കുന്ന നൂല് അതാണ്, ആ ബന്ധം അതാണ്. അങ്ങനെ ഖുർആൻ പറഞ്ഞിരുന്നത്. അതില്ലെങ്കിൽ ആ ബന്ധത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുർആൻ അത്ര പ്രധാനമായത് പറ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ പ്രണയവും കാരുണ്യവും നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അള്ളാഹ് നിക്ഷേപിച്ചിരിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് കൊടുക്കേണ്ടതും വാങ്ങേണ്ടതും നമ്മളാണ്. മനസ്സിലായോ? സ്നേഹിപ്പിച്ചിട്ടില്ല അള്ളാഹ്, സ്നേഹം ഇവിടെ തന്നിട്ടേ ഉള്ളൂ. സ്നേഹിപ്പിക്കേണ്ടത് നമ്മളാ, സ്നേഹിക്കേണ്ടതും സ്നേഹിക്കപ്പെടേണ്ടതും നമ്മളാ. പ്രണയവും കാരുണ്യം അവിടെ തന്നിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളാണത് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്നിട്ട് അവസാനം പറഞ്ഞു എന്ത്? ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നും പറഞ്ഞു. ഇതാണ് വിശുദ്ധ ഖുർആനിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വചനം. സൂറ അർ-റൂമിൽ. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ അത്? നോമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഭാഗത്താണ്. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതുൽ ലിബാസുൽ ലഹുന്ന. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്ക് വസ്ത്രങ്ങളാണ്, നിങ്ങൾ അവർക്കും വസ്ത്രങ്ങളാണ്. എന്താ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഉടുപ്പുകൾ. എന്തിനാ ഉടുപ്പ്? അണിയാനാണ് അല്ലേ? സൗന്ദര്യമാണ്. ഒരാൾ വസ്ത്രം നല്ല മാച്ച് ആളുള്ള വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അയാൾ സൗന്ദര്യം വർദ്ധിക്കും. ഉടുപ്പ് നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് നടക്കുന്ന വസ്ത്രമാണ്, കാര്യമാണ്. മറ്റെന്തിനേക്കാളും നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് നടക്കുന്ന വസ്ത്രമാണ്. വസ്ത്രം നമുക്ക് ചൂട്, തണുപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊരു സെക്യൂരിറ്റിയാണ്. അതിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചാൽ. ഇങ്ങനെ എണ്ണി നോക്കൂ. മറ്റുള്ളവർ കാണരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ മറച്ചു വെക്കുന്നത് വസ്ത്രം കൊണ്ടാണ്. കുറെ ഉണ്ട് അല്ലേ? ഇന്നത്തെ കാലത്ത് പോലും എത്ര പ്രധാനമാണ് ആ ഒരു ഉപമ, ആ ഒരു മെറ്റഫർ എന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഖുർആൻ മെറ്റഫറുകളുടെ ഒരു പുസ്തകമാണ്. അതുപോലുള്ളൊരു വളരെ ഏറ്റവും മനോഹരമായ ഒരു മെറ്റഫറാണ് ഉടുപ്പ് എന്നുള്ള ആ ഒരു രൂപകം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിക്കുന്നത് മറച്ചു വെക്കുന്നത് വസ്ത്രം കൊണ്ടാണെങ്കിൽ ഈ വസ്ത്രത്തിന്റെ മുന്നിൽ എന്തെങ്കിലും മറച്ചു വെക്കാണ്ടോ? ഉണ്ടാവോ? അതല്ലേ വസ്ത്രം എന്ന് പറഞ്ഞാല്. നിങ്ങൾക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ലാത്ത ബന്ധമായിരിക്കണം, ഒന്നും ഹൈഡ് ചെയ്യാനില്ലാത്ത ബന്ധമായിരിക്കണം. ഇന്നത്തെ കാലത്ത് പോലും ആ ഒരു ഉപമ എത്ര പ്രധാനമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നും പ്രധാനമായിരിക്കും അത്, അല്ലേ? ഒന്നും മറച്ചു വെക്കാത്ത ബന്ധം, ഒന്നും ഹൈഡ് ചെയ്യാത്ത ബന്ധം. അതിന്റെ പേരാണ് പ്രണയം. സൗഹൃദത്തിലും പ്രധാനം അതല്ലേ? ഒരാളിൽ നിന്ന് മറ്റൊന്ന് മറച്ചു വെക്കുമ്പോൾ അവർക്ക് ഇടയിൽ പിന്നെ സൗഹൃദത്തിന്റെ ഇഴയടുപ്പം കുറയും. അങ്ങനെയാണെങ്കിൽ ഒരാൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് മറ്റൊരാൾക്ക് തോന്നിയാലേ വിവാഹബന്ധത്തിന് വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥം ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുർആൻ ആ മുന്നറിയിപ്പ് തരികയാണ്. മറച്ചു വെക്കുന്നുണ്ട് എന്നൊരു സംശയം പോലും വിവാഹബന്ധത്തെ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കും. ഞാൻ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ, പരസ്പരം രഹസ്യങ്ങൾ മറച്ചു വെക്കുമ്പോൾ ആ ബന്ധത്തിന് ഒരു രസം ഉണ്ടാവില്ല. ഒരു പുതപ്പിനുള്ളിൽ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ പരസ്പരം പറ്റിക്കുകയും സ്വയം പറ്റിക്കുകയും ചെയ്യുന്ന കാലമാണ് നമ്മുടെ കാലം. കാരണം അതിനൊക്കെ വളരെ സൗകര്യങ്ങളുണ്ട്. അത്രയേറെ സൗകര്യങ്ങൾ വ്യാപകമായൊരു കാലത്ത് ആ ഒരു ഉപമ എത്ര പ്രധാനമാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്നും മറച്ചു വെക്കാനില്ലാത്ത ബന്ധമാണ്. അവളറിയാത്തൊരു പാസ്വേഡ് എനിക്കില്ല, ഞാനറിയാത്തൊരു പാസ്വേഡോ ഒരു സുഹൃത്തോ അവൾക്കില്ല. അതാണ് ഖുർആൻ ആവശ്യപ്പെടുന്ന ബന്ധം. സുതാര്യമാണ്, ട്രാൻസ്പെറന്റ് ആണത്. അപ്പോൾ നമ്മുടെ ഫോണ് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പുറത്തേക്ക് പോകാൻ നമുക്ക് യാതൊരു മടിയോ പേടിയോ ഇല്ലാത്തൊരവസ്ഥ. എന്റെ ഫോണ് എന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് എങ്ങോട്ട് പോകുന്നതിനും വീട്ടിൽ ഫോണ് മറന്നു വെച്ചാൽ യാതൊരു പേടിയും ഇല്ലാത്ത അവസ്ഥ. അതാണ് ബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ അനുഭവം. അതാണ് ഒന്നാകല്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് മലപ്പുറത്ത്. അതിന് രണ്ട് കൈയും രണ്ട് കാലും ഇല്ല. ഉണ്ട്, അതിന് സ്വാധീനമല്ല.
വായ കൊണ്ട് ബ്രഷ് പിടിച്ചിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ്. വളരെ പ്രശസ്തനാണ്, ജസ്ഫർ എന്ന് പറയും. അവന്റെ കല്യാണം കഴിഞ്ഞ വർഷം കഴിഞ്ഞു. അവന്റെ ജീവിതത്തിലേക്ക് വന്നത് ഫാത്തിമ എന്ന് പറഞ്ഞുള്ള വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ്. അവൾക്കൊരു കുഴപ്പമില്ല. അവന് ഫോൺ വരുമ്പോൾ അവളാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്യുക. രണ്ടുപേർക്കൊരു ഫോണാണ്, രണ്ടുപേർക്കൊരു വാട്സാപ്പാണ്, രണ്ടുപേർക്കും ഒന്നാ എല്ലാം. അദ്ദേഹത്തിന് കയ്യിനും കാലിനും സ്വാധീനമില്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. ആ ഒരു ബന്ധമാണ് ഏതൊരു മനുഷ്യന്റെ ഉള്ളിലുള്ളതെങ്കിൽ, കയ്യിനും കാലിനൊക്കെ നല്ല സ്വാധീനമുള്ളവർക്കും ഇത്ര മനോഹരമായൊരു അടുപ്പമാണ് ഉള്ളതെങ്കിൽ ഓർക്ക് ജീവിതത്തിൽ പിന്നെ എന്തില്ലെങ്കിൽ എന്താ? അതിനോളം പ്രധാനമായ വേറൊരു കാര്യമുണ്ടോ? ജീവിതത്തിൽ പിന്നെ എന്തില്ലെങ്കിലും അത്ര പ്രശ്നം ഉണ്ടാവില്ല. കൊമാല എന്ന് പറഞ്ഞുള്ളൊരു ലാറ്റിൻ അമേരിക്കൻ നോവലുണ്ട്. ആ നോവലിന്റെ പ്രത്യേക, കൊമാല എന്ന് പറഞ്ഞത് ഒരു നഗരമാണ്, ഒരു രാജ്യം അല്ലെങ്കിൽ നഗരമാണ്. ആ നഗരത്തിലെ പ്രത്യേകത, അവിടെ കുറേ മനുഷ്യന്മാരുണ്ട്, പക്ഷെ അവരൊക്കെ മരിച്ച ആളുകളാണ്. മരിച്ച ആളുകളുടെ നഗരമാണ് കൊമാല. അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരുമിച്ച് കിടന്നുറങ്ങുന്നുണ്ട്, ഒരുമിച്ച് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ മരിച്ച ആളുകളാണ്. പലപ്പോഴും നമ്മുടെ വീടിന്റെ അകങ്ങളിലേക്ക് ചെന്ന് നോക്കിയാൽ കുറെ മരിച്ച് തണുത്ത മനുഷ്യരെ കാണാം. ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാത്ത മനുഷ്യർ, മനസ്സ് തുറന്നൊരു തമാശ പരസ്പരം പറയാത്ത ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾക്ക് ഒരു രസം ഉണ്ടാവില്ല. പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളും ഇങ്ങനെ തണുത്തു പോകുന്നുണ്ട് എന്നുള്ള അപകടകരമായ സൂചനകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ഈ നിർദ്ദേശങ്ങൾക്കൊക്കെ ഇത്ര പ്രധാനമാകുന്നത്. മനുഷ്യനായിട്ട് ഒരാൾ അംഗീകരിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് അയാൾക്ക് പൊറുക്കാനും മറക്കാനും ഒക്കെ കഴിയലാണത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, കൂടെ പൊറുക്കാൻ കൂടെ പൊറുക്കണം എന്ന്. കൂടെ പൊറുക്കാൻ കൂടെ പൊറുക്കേണ്ടി വരും. കാരണം ഒരാളാണത്, നമ്മളെ പോലുള്ള ഒരു മനുഷ്യനാണ്. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു കാര്യത്തിൽ തന്നെ പല രീതിയിലുള്ള കാഴ്ചകളും ഒക്കെ സംഭവിക്കാവുന്ന രണ്ടാളുകളാണ്. അതുകൊണ്ട് പിന്നെ ആ പൊറുക്കൽ അത്ര പ്രധാനമായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു കഥ വായിച്ചു, ഒരു ഗോത്രത്തലവന്റെ കഥ. അദ്ദേഹത്തിന്റെ അടുത്ത് ആര് വന്ന് അഭയം തേടിയാലും അദ്ദേഹം അവർക്ക് അഭയം കൊടുക്കും. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് അഭയം തരണമെന്ന് വെച്ചു. അദ്ദേഹം അഭയം കൊടുത്തു, വീടിനുള്ളിൽ കയറ്റിയിരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ തെരഞ്ഞിട്ട് കുറെ ആളുകൾ വരുന്നുണ്ട്. അവന് വേണം വിട്ടു തരണം. അയാൾ പറഞ്ഞു വിട്ടു തരൂല, എന്റെ വീട്ടിൽ അഭയം തേടിയ ഒരാളെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരൂല എന്ന് പറഞ്ഞു. ആണോ? നിങ്ങൾ സംരക്ഷിക്കുന്നത് ഒരു കൊലയാളിയെയാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. കൊലയാളിയാണോ? അതെ, അവനൊരാളെ കൊന്നു വന്നതാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് അയാളെ വിട്ടു തരൂല എന്ന് പറഞ്ഞു. ശരി, അയാൾ ആരെയാണ് കൊന്നത് എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ ഒരേ ഒരു പേരക്കുട്ടിയെയാണ് കൊന്നു വന്നിരിക്കുന്നത് എന്ന് പറയാം. നിങ്ങളുടെ ഒരേ ഒരു പേരമകളെ കൊന്നവന്റെയാണ് നിങ്ങൾ വീട്ടിനുള്ളിൽ താമസിപ്പിക്കുന്നത്. ഇയാളാകെ തകർന്നു പോവാണ്. ഇയാൾക്ക് പിന്നെ മറുപടി ഒന്നും പറയാനില്ല. പാവ മനുഷ്യൻ. അയാൾ ചെയ്യുന്നത് എന്താണെന്നറിയാം? ആ ചെറുപ്പക്കാരനെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, ഈ പറയുന്നത് ശരിയാണോ? ശരിയാണ്, അങ്ങനെ സംഭവിച്ചു പോയി, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് അവൻ കരയുന്നുണ്ട്. അപ്പൊ ഈ വൃദ്ധനായ മനുഷ്യൻ ചെയ്യുന്നത്, അവനെങ്ങനെ ചേർത്ത് പിടിച്ചു. അവനെങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവനോട് പറഞ്ഞു, എന്റെ പേരക്കുട്ടിയെ നീ കൊന്നെങ്കിൽ ഇനി നീയാണ് എന്റെ പേരക്കുട്ടി. മാപ്പ് കൊടുക്കുമ്പോ മനുഷ്യൻ എത്ര ഉയരങ്ങളിലേക്കാ പോകുന്നതെന്ന് ആലോചിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം മധുരമുള്ള ഭക്ഷണങ്ങളാണ്, പായസവും ഒക്കെ ഇഷ്ടം. റസൂലിന് ഒരു ദിവസം ആയിഷ ബീവി പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ അവര് മാത്രമുള്ള വളരെ സ്വകാര്യമായൊരു സമയം, അങ്ങോട്ടാരും വരരുത് എന്നാണ് രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം ഏതാണെന്ന് അറിയോ? നമുക്കും അറിയില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പൗലോ കൊയ്ലോയുടെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവൾ ഉണ്ടാക്കിയൊരു ഭക്ഷണം അത്ര രുചി ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, പക്ഷെ അത് വളരെ സന്തോഷത്തോടു കൂടി സ്വന്തം പുരുഷൻ കഴിക്കുന്നത് കാണുന്നതാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന സമയമാണ്. അവൾ കഴിക്കണം എന്ന് പോലുമില്ല, അവൾ വയറ് നിറഞ്ഞതുപോലെ ആയിരിക്കുന്നു. അപ്പൊ അത്ര സ്വകാര്യവും സന്തോഷകരവുമായൊരു നിമിഷമാണ് ആ സമയം. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു, ഒരു പെൺകുട്ടി, ഒരു സഹാബി പെൺകുട്ടി. അപ്പൊ ആ കുട്ടിയുടെ കയ്യിൽ ഒരു മണ്ണിന്റെ പാത്രമുണ്ട്. റസൂൽ ചോദിച്ചത്, എന്താണ് മോളെ? ഇത് സൗദാവുമ തന്നതാണെന്ന് പറഞ്ഞു. റസൂലിന്റെ വേറൊരു ഭാര്യയാണ് സൗദാ ബീവി. സൗദാവുമ കൊടുത്തയച്ച പായസമാണ്. റസൂൽ അത് സന്തോഷം ഇരട്ടിച്ചു റസൂലിന്. അങ്ങനെ റസൂൽ അത് വാങ്ങി വെച്ചു. അപ്പോഴാണ് ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് ആയിഷ ബീവി അടുക്കളയിൽ നിന്ന് വന്നു. എന്താണ് റസൂല്? എന്താ മോളെ, എന്താ പാത്രത്തില്? റസൂല് പറഞ്ഞത് സൗദ കൊടുത്തയച്ച പായസമാണ് ആയിഷ. ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വാങ്ങുന്ന ഊക്കില് താഴെ വീണ് പൊട്ടിച്ചെതറിപ്പോയി. അത്ര ഊക്കുണ്ടായിരുന്നു. ആയിഷ ബീവി തന്നെ പറയുന്നേ, ആ വാങ്ങുന്ന ഊക്കിൽ വീണുപോയത്. അങ്ങനെ ആകെ ചെതറിപ്പോയി. റസൂൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവില്ലേ ആ കുട്ടിയുടെ മുന്നിൽ? പായസം പോട്ടെ, നമ്മളാണെങ്കിൽ എത്ര വിഷമിക്കും. അങ്ങനെ ഒരു സീന്
റസൂലിന്റെ വീട്ടിലാണ് സംഭവിക്കുന്നത്. റസൂലിന്റെ വീടിനെ കുറിച്ച് എന്തെല്ലാം കൺസെപ്റ്റ് ആ കുട്ടിക്ക് ഉണ്ടാവും. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് കണ്ട് ചോർന്നു പോവല്ലേ. റസൂൽ എന്താ ചെയ്തത് എന്നുള്ളതാണ് പ്രധാനം. ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കും അല്ലേ. പ്രതികരണമാണ് പ്രധാനം. 2016 ജനുവരി 29 28 2017 ജനുവരി ദിവസം ഈ മൊയ്തീൻ പള്ളിയുടെ റൂമിലിരുന്നിട്ട് നമ്മളിത് പറയണത് എന്തുകൊണ്ടാണ്? 1500ഓളം കൊല്ലങ്ങൾക്കപ്പുറത്തൊരു ചെറിയ കുടിലിൽ സംഭവിച്ച ഒരു കാര്യം നമ്മളിവിടെ പറയുന്നത് എന്തുകൊണ്ടാണ്? അതിലൊരു മാതൃക ഉണ്ടായതുകൊണ്ടല്ലേ അല്ലേ? ആലോചിച്ച് നോക്കണം. പ്രതികരണമാണ് പ്രധാനം. സംഭവമൊക്കെ എല്ലാവരും സംഭവിക്കും. റസൂൽ വേറൊരു പാത്രം എടുത്തു കൊണ്ടുവന്ന ആ പായസം ഇങ്ങനെ കൈകൊണ്ട് കോരിയിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിനിടയിൽ ആ കുട്ടിയോട് പറഞ്ഞു, മോളൊന്നും വിചാരിക്കരുത് കേട്ടോ, ഉമ്മക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയതാണ്, വേറൊന്നും വിചാരിക്കരുത്. എന്നിട്ട് ആയിഷ ബീവിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കുക, കയ്യിന് എന്തെങ്കിലും പറ്റുമോ ആയിഷ ബീവിയുടെ കണ്ണ് നിറയാണ്. ഇതാണ് പ്രതികരണം. സ്നേഹത്തെക്കാൾ വലിയൊരു പ്രതികാരമില്ലെന്ന് ഈ ലോകത്തിന് പറഞ്ഞു കൊടുത്ത മഹാഗുരുവാണ് റസൂൽ. അത് നാട്ടുകാരോട് പറയും മാത്രമല്ല, വീട്ടിന്റെ ഉള്ളിൽ നടന്നൊരു സംഭവം പറയുന്നത്. പൊറുക്കാനും മറക്കാനും കഴിയുന്ന ബന്ധമാണ് ഏറ്റവും മനോഹരമായ ബന്ധം. ഒരു ഇംഗ്ലീഷ് ചെറുകഥ വായിച്ചത് ഓർമ്മിക്കുക. ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ ധൃതിയിൽ ഒരുങ്ങുന്ന ഭർത്താവ്. അപ്പോൾ ഒരു മരുന്നിന്റെ ഡപ്പി ഇങ്ങനെ തുറന്നെടുക്കുന്ന കാണുന്നുണ്ട്. അത് അടച്ചു വെക്കാൻ അതിന്റെ അടപ്പൊന്നും കാണുന്നില്ല, അവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവരുടെ ചെറിയ കുട്ടി അതിലൂടെ ഓടി നടക്കുന്നുണ്ട്. ഓടിയിട്ടല്ല, മുട്ടുകുത്തി നടക്കുന്നുണ്ട്, മുട്ടുകുത്തി ഒഴുകുന്നുണ്ട്. അപ്പൊ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഇത് അടച്ചു വെക്കണം, കുട്ടിയെടുത്ത് കഴിക്കും, ഞാൻ പോട്ടെ. ഭാര്യ പറഞ്ഞു, നിങ്ങൾ വേഗം വിട്ടുള്ളൂ, സമയം വൈകിട്ടുണ്ട്, ഞാൻ അടിച്ചു വെച്ചോളാം. പക്ഷെ അടുക്കളയിൽ ജോലിക്കിടയിൽ ആ പാവം ഉമ്മ അല്ലെങ്കിൽ അമ്മ അത് മറന്നുപോയി. കുറെ സമയം കഴിഞ്ഞ് കുട്ടിയുടെ സൗണ്ടൊന്നും കേൾക്കണില്ല. ഓടിച്ചെന്ന് നോക്കിയപ്പോഴേക്ക് കുട്ടി വീണ് കിടക്കുന്നു. മരുന്നെടുത്ത് കഴിച്ചിട്ടുണ്ട്, മരുന്നിന്റെ ഡപ്പി അവിടെ വീണ് കിടക്കുന്നു. നേരെ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആളുകളെല്ലാം ഓടിക്കൂടുന്നു. വളരെ ക്രിട്ടിക്കലായ സമയത്ത് ഓഫീസിൽ നിന്ന് ഭർത്താവ് ആശുപത്രിയിലേക്ക് ഓടി വരുന്നു. നേരെ ഐസിയുവിലേക്ക് കയറി ചെല്ലുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ചുടുചുംബനങ്ങൾ കൊടുത്ത് യാത്രയാക്കിയ പൊന്നുമോന്റെ മയ്യത്തുണ്ട് കയ്യിൽ. ആ ഉമ്മ ഇതുവരെ കരഞ്ഞിട്ടില്ല. അവൾക്കൊന്ന് കരയാൻ പോലും കഴിഞ്ഞിട്ടില്ല, പേടിയുണ്ട്. എന്റെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണല്ലോ എന്ന മനസ്സിന്റെ ആധി കൊണ്ട് ഒന്ന് കരയാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴാണ് ഭർത്താവ് ഇങ്ങനെ അടുത്ത് വന്ന് നിന്ന് അവളുടെ മുഖം ഇങ്ങനെ പിടിച്ചുയർത്തി. ആ കഥ അവസാനിക്കാണ് ഒരൊറ്റ വാക്ക് കൊണ്ട്. എന്താണ് ആ വാക്ക് എന്നറിയോ? ഐ ലവ് യു മൈ ഡാർലിംഗ്. ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാനിപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അപ്പോഴത്തെ അർത്ഥം. അപ്പോൾ കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞുപോയി. ആ കുട്ടിയുടെ മരണം ആകണമെന്നില്ല അവളെ കരയിപ്പിച്ചത്. ആ പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ ആവിഷ്കാരമാണ് അവളെ കരയിപ്പിച്ചത്. നിന്റെ അടുത്തൊരു അശ്രദ്ധ വന്നു എന്നുള്ളതുകൊണ്ട്, നിന്റെ അടുത്തൊരു മറവി വന്നു എന്നതുകൊണ്ട് ഞാൻ നിന്നെ വെറുക്കുന്നില്ല. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉപ്പ ജൈനുൽ ആബിദീൻ ചെറിയ കച്ചവടം ഉള്ളൊരു പാവം മനുഷ്യനാണ്. വൈകുന്നേരം വരികയാണ് വീട്ടിലേക്ക്. അങ്ങനെ വാപ്പയും മകനും ഇരിക്കുന്നു. ഉമ്മ ചപ്പാത്തി എങ്ങനെ കൊണ്ടുവന്ന് പ്ലേറ്റിലിടുന്നുണ്ട്. അപ്പൊ ചപ്പാത്തിയൊക്കെ കരിഞ്ഞിട്ടുണ്ട്. പക്ഷെ വാപ്പ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല, അതെടുത്ത് കഴിക്കുന്നു. മോനോട് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ വാപ്പയുടെ അടുത്തിങ്ങനെ വന്നിരുന്നിട്ട് പറഞ്ഞു, ചപ്പാത്തിയൊക്കെ കരിഞ്ഞു പോയിരുന്നു അല്ലേ, അത് അറിയാതെ സംഭവിച്ചാണ്, സാരല്ല കേട്ടോ, മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വാപ്പ പറഞ്ഞു, അതൊരു വിഷയമൊന്നുമില്ല, എനിക്ക് കരിഞ്ഞ ചപ്പാത്തി നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാനത് കഴിച്ചല്ലോ, ഒക്കെ കഴിച്ചല്ലോ, എനിക്കത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുൽ കലാം പറയാണ്, ഉറങ്ങാൻ നേരത്തെ ഞാൻ വാപ്പക്ക് ഉമ്മ കൊടുക്കാൻ വേണ്ടി വാപ്പന്റെ അടുത്ത് ചെന്നപ്പം വാപ്പനോട് ചോദിച്ചു, വാപ്പക്ക് ശരിക്കും കരിഞ്ഞ പത്തിരി ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. വാപ്പ പറഞ്ഞു, എനിക്ക് കരിഞ്ഞ പത്തിരി ഒന്നും ഇഷ്ടമല്ല. മോനറിയൂലേ, കരിഞ്ഞ പത്തിരി ഒന്നും എനിക്ക് കഴിക്കാൻ കഴിയില്ല. പിന്നെന്തേ വാപ്പ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞത്? എടാ, ഉമ്മ രാവിലെ മുതൽ പണിയെടുത്തോണ്ടിരിക്കല്ലേ, ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കല്ലേ, കരിഞ്ഞൊരു ചപ്പാത്തി കഴിച്ചുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ പറയുന്ന ഒരു വാക്ക് ഉമ്മനെ വല്ലാതെ വേദനിപ്പിക്കും. അബ്ദുൽ കലാം എന്ന മനുഷ്യന്റെ ഉള്ളിൽ നന്മ നട്ടു വളർത്തിയത് അങ്ങനെയുള്ള കുറച്ച് വാപ്പയും അല്ലെങ്കിൽ രക്ഷിതാക്കളും ഇങ്ങനെയുള്ള കുറെ മനുഷ്യരുടെ ജീവിതമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ വാക്ക് അല്ലെങ്കിൽ ആ സംഭവം അവസാനിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ.
ഈയൊരു ഉൾക്കൊള്ളലും മനസ്സിലാക്കലും അതിനേക്കാൾ പ്രധാനമായൊരു കാര്യമില്ല. ഒരാളെ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അയാളുടെ ശരികളും അയാളുടെ പോരായ്മകളും കൂടി ഉൾക്കൊള്ളാൻ ഒരാൾക്ക് സാധിക്കുക എന്നതാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ നല്ല വീഞ്ഞ് നിങ്ങൾ അവസാനം വരെ എനിക്ക് വിളമ്പി എന്ന് പറയുന്നുണ്ട്. വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞതാ. ബൈബിള് നേരത്തെ പറഞ്ഞതുപോലെ മെറ്റഫറുകളുടെ ഒരു പുസ്തകമാണ്. ഒരുപാട് ഇതില്ലേ, എന്താണ് പച്ചവെള്ളം വീഞ്ഞാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ? പച്ചവെള്ളം കള്ളാക്കി എന്നല്ല അതിന്റെ അർത്ഥം. പച്ചവെള്ളം പോലും വീഞ്ഞു കുടിക്കുന്ന പോലെ കുടിച്ചു എന്നാണ്. കഞ്ഞി ചമ്മന്തിയേ ഉള്ളൂ, പക്ഷെ ബിരിയാണി പോലെ അത് കഴിച്ചു. മനസ്സിലായില്ലേ? അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് അതിന് അക്ഷരാർത്ഥത്തിലല്ല എടുക്കേണ്ട, അതിന്റെ ഒരു ആശയം ഉള്ളിലുണ്ട്. അതേപോലെയാണ് നിങ്ങളുടെ നല്ല വീഞ്ഞ് നിങ്ങൾ അവസാനം വരെ എനിക്ക് വിളമ്പി എന്ന് പറയുന്നുണ്ട് ശിഷ്യന്മാരോട്, ചില ആളുകളോട്. ആ ഒരു പ്രയോഗം ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന വിവാഹമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല സ്നേഹം കാലാകാലവും നിലനിർത്താൻ കഴിയാന്നുള്ള, വിവാഹത്തിന്റെ ആദ്യ നാളിലുണ്ടാകുന്ന ഒരു അനുഭവം അവസാനം വരെ നിലനിർത്താൻ ആകുന്ന വിധത്തിൽ ഒരാൾക്ക് സാധിക്കലാണ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും സാധിക്കലാണ് ബന്ധത്തിലെ ഏറ്റവും മനോഹാരിത. പലപ്പോഴും അങ്ങനെ അല്ല. ഒരു ചുയിങ്കം കഴിക്കുന്ന പോലെ. ചുയിങ്കം ആദ്യമൊക്കെ നല്ല മധുരമായിരിക്കും, കുറെ ചവച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് പ്രയാസമാണ്. എവിടെ തുപ്പിക്കളയാതെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ അന്വേഷിക്കും, അല്ലേ? പലപ്പോഴും ബന്ധങ്ങളൊക്കെ അങ്ങനെ ആയി പോകാറുണ്ട്. ആദ്യത്തിലുള്ളൊരു രസം പിന്നീടില്ല. പിന്നീട് പരസ്പരം ശത്രുക്കളാണ്, കള്ളനും പോലീസുമാണ്. ഒരാളെന്ത് ചെയ്യുന്നെന്ന് മറ്റേയാളെന്ത് ചെയ്യുന്നെന്ന് അയാളും നോക്കിയെടുക്കുന്ന കള്ളൻ പോലീസ് കളിയായി മാറുക. വല്ല രസം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അങ്ങനെ ആയിപ്പോകാതിരിക്കാനുള്ള മാർഗങ്ങൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണത്. എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ എനിക്ക് കൈവിടാൻ കഴിയില്ല. എന്റെ ഹൃദയ രഹസ്യങ്ങൾ ഞാൻ പറയുന്ന ഒരാൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കും. അതെന്റെ സുഹൃത്താണ് എങ്കിൽ ഞാൻ ലോകത്ത് എവിടെ പോയാലും ആ സുഹൃത്തുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലേ? എന്റെ ഇമോഷൻസ് ഞാൻ ആരുമായിട്ടാണോ ഷെയർ ചെയ്യണത് ആ ആൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കും. അത് സുഹൃത്താവട്ടെ വേറെ ആരാവട്ടെ. അതെന്റെ ഇണയാണെങ്കിലോ? അതാ ഖുർആൻ പറഞ്ഞേ, നിങ്ങൾ ഉടുപ്പുകളെന്നൊക്കെ പറഞ്ഞേ. നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അവരോടാ. സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, സ്വപ്നങ്ങൾ. കളവ് പറയാന് ഇസ്ലാം അനുവദിക്കണില്ല, ഉണ്ടോ? പക്ഷെ അവസരം തന്നിട്ടുള്ള 3 സന്ദർഭങ്ങളുണ്ട്. അറിയാതെ അവസരം തന്നെ കള്ളം, വലിയ കള്ളം പറയണമെന്നല്ല, എന്താ അതേ പറഞ്ഞുതരാം. അങ്ങനെ 3 സന്ദർഭങ്ങളിൽ ഒന്ന് യുദ്ധത്തിന്റെ സമയത്താണ്. യുദ്ധത്തിന്റെ സമയത്ത് ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അതാ വരുന്നു ശത്രുക്കൾ എന്നൊക്കെ പറയും. ശത്രുക്കളൊന്നും വരുന്നുണ്ടാവില്ല, പക്ഷെ ഇവരെ ഒരുമിച്ച് എന്താ പറയുക അതിനുവേണ്ടി തയ്യാറാക്കാൻ വേണ്ടി പറയുന്ന. രണ്ടാമത്തെ സന്ദർഭം രണ്ടാളുകളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഈ കൗൺസിലിങ്ങിന്റെ സമയത്തൊക്കെ ശരിക്കും മനസ്സിലാവും. ഭാര്യ ഭർത്താവൊക്കെ അല്ലേ വരിക ചിലപ്പോ. ആ ഭർത്താവ് ഇങ്ങനെ വന്നിട്ട് ഭാര്യന്റെ കുറ്റായിരിക്കും ഇത്രയും ഭാഗം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭർത്താവ് വന്നിട്ട് അല്ലെങ്കിൽ ഭാര്യ വന്നിട്ട് ഭർത്താവിന്റെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മളവരോട് പറയും നിങ്ങളുടെ ഒരു കുറ്റം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയും. നിങ്ങളെ കുറിച്ച് എന്തൊരു സ്നേഹ, നല്ല അഭിപ്രായം എന്നൊക്കെ പറയും. അതോടുകൂടി ഇയാളുടെ ആ ദേഷ്യമൊക്കെ കുറച്ച് കുറയും. അപ്പൊ രണ്ടാളുകളെ ഇസ്ലാഹു ബൈനന്നാസ് എന്ന് പറയാം. രണ്ടാളുകളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ നിർദോഷകരമായ കള്ളങ്ങൾ പറയാവുന്നതാണ്. മൂന്നാമത്തെ സമയം ഏതാണെന്നറിയാം? ഭാര്യയും ഭർത്താവും തമ്മിലാണ് കിടപ്പറയില്. കാരണം അവരുടെ സ്നേഹം അത്ര പ്രധാനമാണ് എന്നതുകൊണ്ട് അവർ തമ്മിൽ പറയുന്ന വളരെ പ്രണയാർദ്രമായ ചില വാക്കുകളിൽ വരുന്ന അബദ്ധങ്ങൾ പോലും അള്ളാഹു പുറത്തു തരുന്നു. അത് വിശദീകരിക്കണ്ടല്ലോ. ഓക്കെ. അല്ല, കള്ളെന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. എന്താണ്, അവരുടെ സ്നേഹത്തെ തമ്മിൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന പദങ്ങൾ പോലും അത്ര, അതിൽ വരുന്ന അബദ്ധങ്ങൾ പോലും അള്ളാഹു പുറത്തു തരും എന്നാണ് പറയുന്നത്. അലി റളിയല്ലാഹുവിന്റെ ഒരു സംഭവമുണ്ട്. അദ്ദേഹം വീട്ടിലേക്ക് വരും. അലി റളിയല്ലാഹു എന്ന് പറഞ്ഞ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രനായ ഒരാളായിരുന്നു. ഒന്നുമില്ലായിരുന്നു. ഈ അബൂ താലിബിന് കുറെ മക്കളാ, എത്രയോ മക്കളുണ്ട്, 20-ലേറെ മക്കളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിലൊരു കുട്ടിയെ റസൂൽ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ്. അതാണ് ആര്? അലി. റസൂലിന്റെ വീട്ടിലാണ് വളരുന്നത്. വിവാഹപ്രായമെത്തിയപ്പോ വീട്ടിലൊരു കുട്ടിയുണ്ട്. അതാരാ? ഫാത്തിമയുണ്ട്. അലിക്ക് ഫാത്തിമയെ ഇഷ്ടമാണ്. അത് ചില ആളുകളോട് അലി പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ആളുകളോട് റളിയല്ലാഹു അൻഹു. അപ്പൊ ഫാത്തിമയ്ക്ക് റസൂൽ കല്യാണം ആലോചിക്കുമ്പോ സിദ്ദീഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവൊക്കെ അലിയോട് ചെന്ന് പറഞ്ഞു, എന്റെ ഫാത്തിമ കൈവിട്ട് പോകട്ടോ, ചെന്ന് റസൂലിനോട് കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് അലി. പക്ഷെ പറയാൻ ധൈര്യമില്ല.
അപ്പൊ അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് നിന്നു. റസൂലിന് മനസ്സിലായി എന്താ പറയണ്ട്. റസൂല് പറഞ്ഞു എന്താ പറയാനുള്ളത് പറഞ്ഞു, എനിക്ക് എന്താ പറയണ്ടല്ലോ. അപ്പൊ റസൂലിനോട് വളരെ മടിച്ചിട്ട് പറഞ്ഞു എന്നാണ്, ഫാത്തിമയെ എനിക്ക് കെട്ടിച്ചു തന്നാൽ ഞാൻ നന്നായിട്ട് നോക്കാം, അത്രേ പറഞ്ഞുള്ളൂ. റസൂല് ചിരിച്ചുപോയി, മോണ കാട്ടി ചിരിച്ചു എന്നാ. എന്നിട്ട് റസൂല് അലിയെ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എടാ ഫാത്തിമ നിനക്കുള്ളത് തന്നെയല്ലേ. അങ്ങനെ റസൂല് ഫാത്തിമ ബീവിയെ സഹാബികളുടെ കൂട്ടത്തില് ഒന്നുമില്ലാത്ത നിസ്വനാണ്, ഒരു വീടും ഇല്ല, ഒന്നുമില്ല, ആ അലിക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അതിന്റെ കാരണം എന്താണ്? എന്നിട്ട് ആ റസൂല നമ്മളോട് പറഞ്ഞത്, ഇദാ ആതാകും മൻ തർദൗന ഖുലുഖഹു വദീനഹു ഫസവ്വിജു. നിങ്ങളുടെ അടുത്തേക്ക് നല്ല സ്വഭാവ മഹിമയും അതുപോലെ ദീനുമുള്ള ഒരു പുരുഷൻ വന്ന് നിങ്ങളുടെ കുട്ടിയെ വിവാഹം ആലോചിച്ചാൽ ഫസവ്വിജു എന്നാ, വൈകിക്കരുത് എന്നാ പറഞ്ഞ്, നിങ്ങൾ കെട്ടിച്ചെടുക്കും എന്നാ പറഞ്ഞ്. സ്ത്രീയെക്കുറിച്ച് മാത്രമല്ല അത് പറഞ്ഞു, സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഒരു സ്ത്രീ പല കാരണങ്ങളാലും വിവാഹം ചെയ്യപ്പെടുന്നു. സൗന്ദര്യം, കുടുംബം, സ്വത്ത്. എന്നിട്ട് ഖുർആൻ റസൂല് പറഞ്ഞു, ഇത് മൂന്നും ഈ ലോകത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള നല്ല മാർഗങ്ങളാണ്. പക്ഷെ നിങ്ങൾ ശരിക്കുള്ള വിജയമാണ് ആഗ്രഹിക്കണതെങ്കിൽ ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ളവളെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞാൽ പണമോ സൗന്ദര്യമോ സമ്പത്തോ അത്ര മോശമാണെന്നുള്ള അർത്ഥം അതിനില്ല. ഒരു കുട്ടിക്ക് ദീനുണ്ട്, പക്ഷെ അവൾക്ക് പൈസ കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് ആ കല്യാണം വേണ്ടാന്ന് വെക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ദീനുള്ളൊരു കുട്ടിക്ക് വേറെന്തെങ്കിലും കുറഞ്ഞു പോയതിന്റെ പേരിൽ ആ ബന്ധം ഇല്ലാതാക്കരുത്, ദീനാണ് പ്രധാനം എന്നർത്ഥമാണ് അതിനുള്ളത്. അല്ലാതെ മറ്റതൊക്കെ മോശം എന്നുള്ള അർത്ഥമില്ല. കാരണം മറ്റൊന്നും അത്ര മോശമായിട്ട് ഖുർആനോ ഹദീസോ പറഞ്ഞില്ല. അതൊക്കെ ഉൾക്കൊണ്ട് തന്നെ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ സ്ത്രീയെക്കുറിച്ച് മാത്രമല്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്ത്? ദീനുള്ളവളെ നീ കെട്ടുകയാണ്. പുരുഷനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ദീനുള്ളവൻ വിവാഹം അന്വേഷിച്ചാൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം എന്നാ പറഞ്ഞു. അതുപോലെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ദീനുള്ള ഒരാളെ അന്വേഷിക്കണം, റസൂല് കെട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വിവാഹത്തിന്റെ ദിവസം, അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദിവസം ഫാത്തിമ ബീവിക്ക് റസൂല് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. റസൂല് പറഞ്ഞു, മോളെ നിനക്ക് ചിലപ്പോൾ അവിടെ പട്ടിണി കിടക്കേണ്ടി വരും. മോൾ അലിയെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ മോള് വിഷമിക്കരുത്. മോൾ ഒരിക്കലും അതിന്റെ പേരിൽ വിഷമിക്കരുത്. ചിലപ്പോൾ മോൾക്ക് പട്ടിണിയൊക്കെ കിടക്കേണ്ടി വരും. പക്ഷേ അലിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ പേരിൽ മോൾക്ക് കരയേണ്ടി വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇതാ റസൂല് പറഞ്ഞു. അത്രയേറെ റസൂലിന് മതിപ്പുള്ള കുട്ടിയാണ്. കാരണം റസൂല് കുട്ടിക്കാലം മുതൽ കാണുന്നുണ്ട്. ഫാത്തിമയെ കണ്ടതുപോലെ റസൂല് കണ്ടിട്ടുണ്ട് ആരെ? അലിയെ. എന്നിട്ട് ആ അലിക്കാണ് റസൂല് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോ ഒരിക്കൽ അലി, അവരുടെ ബന്ധമാണ് ഞാൻ പറഞ്ഞ, അത്ര മനോഹരമായിരുന്നു ബന്ധം. ഒരിക്കൽ അലി ഇങ്ങനെ വരിക, ഫാത്തിമ ഗർഭിണിയാണ്, വെയിലേറ്റ് വാടിത്തളർന്നു വരികയാണ് അലി. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാത്തിമ ബീവി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു, എനിക്ക് നല്ല മധുരമുള്ള ഈത്തപ്പഴം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഗർഭിണിയായൊരു സ്ത്രീയുടെ ഒരു ആഗ്രഹം. അത് പറയണമെന്ന് വിചാരിച്ചു പറഞ്ഞല്ല, അവരെന്നെ പറയുന്നുണ്ട്. അത് പറഞ്ഞു ഏതാണ്? കാരണം അലിയുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് അവർക്കറിയാം. പൈസ മീൻസ് പണം, അവിടുത്തെ പണം. പക്ഷെ അലി എന്താ ചെയ്യുന്നതെന്നറിയോ? ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ ഈ ഭക്ഷണം അടച്ചു വെക്കുമെന്ന് പറഞ്ഞു. അടച്ചു വെച്ചു. നേരെ ചന്തയിലേക്ക് പോവുക, വെയിലിലേക്ക് തന്നെ ഇറങ്ങി നടക്കുക. എന്നിട്ട് ചന്തയിലേക്ക് പോയിട്ട് ഏറ്റവും നല്ല ഈത്തപ്പഴം കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് ഈത്തപ്പഴത്തിന് വില ചോദിച്ചു. കയ്യിൽ പൈസയൊന്നുമില്ല. അങ്ങനെ അരപ്പട്ട അഴിച്ചു കൊടുത്തു. അതിന് പകരമുള്ള ഈത്തപ്പഴം ചോദിച്ചു. അയാളൊരു കിഴിയിലാക്കിയിട്ട് ഈത്തപ്പഴം കൊടുത്തു. വളരെ സന്തോഷത്തോടു കൂടി ഫാത്തിമയുടെ അടുത്തേക്ക് വരിക. അപ്പോഴാണ് ഒരു പാവം മനുഷ്യൻ വിശക്കുന്നുണ്ട് എന്ന് അലിനോട് പറഞ്ഞു. അലി, കുറെ ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല, വെറും വെള്ളം കുടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അലിയുടെ കയ്യിൽ വല്ലതുണ്ടോ? വീട്ടിൽ വല്ലതുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, അത്രയും വിശപ്പുണ്ട് അലി എന്ന് പറഞ്ഞു. അലി വേറൊന്നും ആലോചിച്ചില്ല, ആ ഈത്തപ്പഴം എടുത്ത് കൊടുത്തു. അയാളെ സന്തോഷത്തോടു കൂടി അത് എടുത്ത് കഴിച്ചു. എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് ആ കിഴി ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കുമ്പോഴാണ് അലി ആലോചിച്ചത്, ഇത് ഫാത്തിമക്ക് വേണ്ടിയുള്ളതാണല്ലോ. അലിക്ക് സങ്കടമായി. പേടിയല്ല കേട്ടോ, സങ്കടമായി. ഇനി അങ്ങനെ അങ്ങോട്ട് പോകുന്നുള്ള പേടിയല്ല ഉണ്ടായത്. അങ്ങനെ സങ്കടത്തോടു കൂടിയാണ് അലി ഒഴിഞ്ഞ കൈയായിട്ട് വരുന്നത്. ഫാത്തിമ ബീവിക്ക് ഒരു ഭാവവ്യത്യാസമില്ല. എന്താ ഈത്തപ്പഴം വാങ്ങിയില്ലേ, കിട്ടിയില്ലേ, ഒന്നും ചോദിച്ചില്ല. ആ ഭക്ഷണം എടുത്ത് കഴിച്ചു. ആ കഴിക്കുന്നതിനിടയിൽ ഫാത്തിമയോട് അലി ഇങ്ങനെ പറഞ്ഞു കാര്യങ്ങളൊക്കെ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഫാത്തിമ. അങ്ങനെ അവർ രണ്ടുപേരും പോയിട്ട് പായയിൽ കിടക്കുകയാണ്. ആ കിടക്കുന്ന സമയത്ത് ഫാത്തിമ ഒന്നും പറയുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ ആ ചെയ്തത് ഫാത്തിമക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു.
നിനക്ക് തരേണ്ട ഈത്തപ്പഴം വേറൊരാൾക്ക് കൊടുത്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഫാത്തിമ ബീവി അലി അങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അങ്ങനെ തോന്നിയോ? ഈത്തപ്പഴം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആ സംഭവം എന്നോട് വന്ന് പറഞ്ഞപ്പോ ഈത്തപ്പഴം കഴിച്ചതിലേറെ മധുരമുണ്ട് എന്നാണ്. ഒരു പാവം മനുഷ്യന്റെ തൊണ്ട നനക്കാൻ അന്നം കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അതിലേറെ വലിയ സന്തോഷം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ധാർമ്മികമായൊരു അടിത്തറയാണ് ബന്ധങ്ങളുടെ ഏറ്റവും വലിയ സൂത്രവാക്യം. അവിടെ മാത്രമേ ഇത് ഈ ഒരു വാക്ക് ഒരാൾ പറയുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ പരാതിയായിരിക്കും ഉണ്ടാവുക, അല്ലേ? ധാർമ്മികമായൊരു അടിത്തറ, അതാണ് ദൈവികമാണ് വിവാഹം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ്. ഖുർആൻ അങ്ങനെ പറഞ്ഞത്. ഇമാം ഗസാലി എന്ന് പറഞ്ഞൊരു പണ്ഡിതനുണ്ട്, കേട്ടിട്ടുണ്ടോ? ഗസാലി ഇമാം 980 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് വിവാഹപ്രായമെത്തിയ കുറച്ച് പെൺകുട്ടികൾ ഉപദേശം വേണമെന്നാണ്. ഉസ്താദ് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ കുറച്ച് കാര്യങ്ങൾ? അപ്പൊ അദ്ദേഹം കുറെ ആലോചിച്ചിട്ട് പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരൂ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ കുട്ടികൾ വന്നു. അപ്പോൾ ആ കുട്ടികളോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ചോക്കെടുത്തു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പിന്നെ വിദ്യാഭ്യാസം, നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളായിരുന്നു, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഞാൻ നൽകുന്ന മാർക്ക് 0. നിങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടികളാണ്, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഞാൻ നൽകുന്ന മാർക്ക് 0. നിങ്ങളൊക്കെ വലിയ തറവാട്ടിലുള്ള കുട്ടികളാണ്, നിങ്ങളുടെ തറവാട്ട് മഹിമയ്ക്ക് ഞാൻ നൽകുന്ന മാർക്ക് 0. നിങ്ങളൊക്കെ വലിയ മാതാപിതാക്കളുടെ മക്കളില്ല, മാതാപിതാക്കൾ എന്ന മഹത്വത്തിന് ഞാൻ നൽകുന്ന മാർക്ക് 0. ഇങ്ങനെ കുറേ 0 ഇട്ടത്. അത് പറഞ്ഞു, നിങ്ങളുടെ ധാർമ്മികതയ്ക്ക്, പടച്ചവനെ കുറിച്ചുള്ള നിങ്ങളുടെ പേടിക്കും സൂക്ഷ്മതയ്ക്കും ഞാൻ നൽകുന്ന മാർക്ക് 1. ആ 1 ഇട്ടതോടുകൂടി ബാക്കിയുള്ള ഓരോ 0വും വില കൂടിയതായി. ആ 1 ഇല്ലെങ്കിലോ അതൊക്കെ വെറും 0. എത്ര മനോഹരമായ ഉപദേശം, അല്ലേ? ബന്ധങ്ങളുടെ ഏറ്റവും ഹൃദ്യമാക്കി മാറ്റുന്നത് ധാർമ്മികമായ സദാചാരനിഷ്ഠമായൊരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. അവിടെ മാത്രമേ ആ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. അതാണ് നിബന്ധന. അള്ളാന്റെ ബർക്കത്ത് ഒരു ബന്ധത്തിൽ ഉണ്ടാവാനുള്ള നിബന്ധന അതാണ്, അല്ലെങ്കിൽ ആ ബർക്കത്ത് ഉണ്ടാവില്ല. ഇപ്പൊ വലിയൊരു കാറിൽ, കിട്ടാവുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറിൽ ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഭർത്താവ് വണ്ടി ഓട്ടുന്നു, ഭാര്യ അടുത്തിരിക്കുന്നു. അവര് ഫോണിൽ ആരോടൊക്കെയോ തമാശ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഫോണിൽ മാത്രം. ഫോണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിരിയൊന്നുമില്ല. അവര് തമ്മിൽ മനസ്സ് തുറന്നൊരു സംസാരമില്ല, ഉള്ളു തുറന്നൊരു വാക്ക് പറയുന്നില്ല, ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ആ വലിയ കാറിന്റെ ഒരുപാട് പിറകിൽ ഒരു ചെറിയ ഓട്ടോറിക്ഷ വരുന്നുണ്ടാവും. ആ ഓട്ടോറിക്ഷ ഓട്ടുന്നത് ഭർത്താവും പിറകിലെ സീറ്റിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവും. കളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് കളിയാക്കി വളരെ രസമായിട്ട് പോകുന്നുണ്ടാവും. നമ്മൾ ഏത് വണ്ടിയിലേക്ക് ചൂണ്ടിയിട്ടാണ് അവർക്കിപ്പോ നല്ല ബർക്കത്താന്ന് പറയാ? ഓട്ടോറിക്ഷയിലേക്ക് ചൂണ്ടിയിട്ട് നമ്മൾ ആരും പറയില്ല. സത്യത്തിൽ ബർക്കത്തുള്ളത് എവിടെയാണ്? ഓട്ടോറിക്ഷയിലാണ്. അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും കിട്ടൂല. അതിന് അള്ളാഹു ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധനകൾ പാലിക്കുന്നവർക്കാണ് ആ ബർക്കത്ത് കിട്ടുള്ളൂ. എല്ലാത്തിനും ബർക്കത്ത് വേണം. ആരോഗ്യത്തിന് ബർക്കത്ത് വേണം, സമ്പത്തിന് ബർക്കത്ത് വേണം, വീട്ടിൽ ബർക്കത്ത് വേണം, ബന്ധങ്ങളിൽ ബർക്കത്ത് വേണം. ചില ആളുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല മസിലൊക്കെ പെരുപ്പിച്ച് കുറെ കാലം കഴിയുമ്പോൾ ഒന്നും കാണാനുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ എന്താണ് സംഭവിച്ചത്, എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉത്തരമൊന്നും ഉണ്ടാവില്ല. കുറെ ആളുകൾക്ക് ധാരാളം പൈസ ഉണ്ടാവും, കുറെ കാലം കഴിയുമ്പോൾ ആ പൈസ ഒക്കെ തീരും. എന്തേ ആ പൈസക്ക് സംഭവിച്ചെന്ന് ആലോചിച്ചോ, ഒന്നും കിട്ടൂല. സിനിമാ മേഖലയിൽ മരിച്ച ആളുകളെ കുറിച്ചുള്ള പിറ്റേ ദിവസത്തെ വാർത്ത അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചായിരിക്കും. എന്നിട്ട് അവരുടെ മക്കളുടെ പഠനം ഇന്ന ആളിൽ ഏറ്റെടുത്തു, അല്ലേ? കേട്ടില്ലേ നിങ്ങൾ? അതെന്തുണ്ടാ? പൈസ ഇല്ലാത്തോണ്ടാ? ബർക്കത്തില്ലാത്തോണ്ടാ. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. ചില ആളുകൾക്ക് നല്ലോണം സമയം ഉണ്ടാവും, ധാരാളം സമയം അവരെ വെറുതെ കിട്ടുന്നുണ്ടാവും, പക്ഷെ വെറുതെ കിടക്കുന്നുണ്ടാവും. പക്ഷെ കുറെ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സമയമൊക്കെ എവിടെ പോയെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ബർക്കത്തില്ലാത്ത അവസ്ഥ. ഇതുപോലെ ബന്ധങ്ങളിലും പലപ്പോഴും ബർക്കത്തില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിന്റെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്. ഇത് ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധത്തിന്റെ മാത്രമല്ല, എല്ലാ ബന്ധത്തിനും വളരെ മനോഹരമായി ബന്ധത്തെ നിലനിർത്താനുള്ള ഉചിതമായൊരു പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു തന്നതാണ്. അല്ലാഹുമ്മ, എഴുതണം അവിടെ ഉണ്ടല്ലോ, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിന,
എഴുതണോ ഞാൻ ബോർഡിൽ? ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അല്ലിഫ് എഴുതണോ? ആക്കിഫ് എന്നെ പറയണത്. അതിന്റെ പഠനം കഴിഞ്ഞു, തിരിച്ചു വന്നു. ഇതിന്റെ അറബി എഴുത്ത് അത്ര രസമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വായിക്കാൻ മനസ്സിലാവും. അല്ലാഹുമ്മ അല്ലാഹുമ്മ അല്ലിഫ് അല്ലിഫ് ബൈന ഖുലൂബിനാ വഅസ്ലിഹ് ذات بيننا. എഴുതിയില്ല. എന്താ എൻ്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ, അല്ലിഫ്. അല്ലിഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്മൾ ഈ മാലൊക്കെ കോർക്കുമ്പോൾ ഒരു മുത്ത് കഴിഞ്ഞിട്ട് വേറൊരു മുത്ത് ഇങ്ങനെ കോർക്കൂലേ? ഈ കോർക്കലിന് പറയണാണ് അത്. അല്ലിഫ് എന്ന് പറഞ്ഞാൽ നീ കോർക്കണമേ. എന്ത്? ബൈന ഖുലൂബിന. അർത്ഥം പറയണ്ടല്ലോ, ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ കോർത്തിണക്കണമേ എന്ന്. അസ്ലിഹ്, അസ്ലിഹ് എന്ന് പറഞ്ഞാൽ നീ നന്നാക്കി തരണമേ എന്നാണ് അതിന്റെ അർത്ഥം. നന്നാക്കി തരണമേ എന്ന് പറയാൻ പല പദങ്ങളുണ്ട്, പക്ഷെ ഇവിടെ ഉപയോഗിച്ചത് എന്താണ്? അസ്ലിഹ് എന്നാണ്. ഇസ്ലാഹ് എന്ന് പറഞ്ഞൊരു പദം കേട്ടിട്ടുണ്ടോ? ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെന്താണ് ഇസ്ലാഹ്? കേടുവന്ന ഒരു കാര്യത്തെ നന്നാക്കലാണത് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ. ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചത്. അസ്ലിഹ് എന്ന് പറഞ്ഞാൽ നീ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കി തരണേന്നാ. എന്തിന്? ദാത്ത ബൈനിന, ഞങ്ങളുടെ ഇടയിലുള്ളതിനെ, ഞങ്ങളുടെ ഇടയിലുള്ള ബന്ധത്തെ നീ അതിനെന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ നന്നാക്കി തരണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിൽ നീ കോർത്തിണക്കണമേ എന്നാണ് ആ പ്രാർത്ഥന. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. പലപ്പോഴും ബന്ധങ്ങളിൽ വരുന്ന വലിയൊരു പ്രശ്നം നമ്മുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ പാസിംഗ് ഇമോഷൻസ് എന്ന് പറയില്ലേ, പാസിംഗ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയാറുണ്ട് അല്ലേ? ഇമോഷൻസിനൊക്കെ കുറച്ച് നേരത്തെ ആയുസ് ഉണ്ടാവുള്ളൂ. ഒരു ദേഷ്യത്തിന് എത്ര നേരത്തെ ആയുസ് ഉണ്ടാവും? ഒരു 5 മിനിറ്റ്. പക്ഷെ ആ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പറയണ ഒരു കാര്യം ജീവിതകാലം മുഴുവൻ ഉണ്ടാവും ചിലപ്പോൾ. സൂര്യകൃഷ്ണമൂർത്തിയുടെ മുറിവുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. പറ്റുമെങ്കിൽ എവിടെയെങ്കിലും കിട്ടിയത് വാങ്ങണം, അത്ര മനോഹരമാണ്. ആ പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു അച്ഛനും മകനും, അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ അച്ഛനൊരു പുതിയ കാറ് വാങ്ങിയിട്ട് മകനെ കാറിലിരുത്തിയിട്ട് ബീച്ചിലേക്ക് പോയി. ബീച്ചിലെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മകന് കാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്തോ ഒരു കമ്പെടുത്തിട്ട് കാറിൽ കുത്തി വരച്ച്. ഇത് അച്ഛൻ കാണാണ്. മകന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മകന്റെ കയ്യിലുള്ളത് ഇരുമ്പിന്റെ ദണ്ടാണ്, അതുകൊണ്ട് എന്തോ കാറിൽ വരക്കുന്നു. അച്ഛന് വല്ലാതെ ദേഷ്യം വന്നു. ആ ഇരുമ്പിന്റെ കമ്പ് വാങ്ങിയിട്ട് മകനെ അടിച്ചു, നല്ലോണം അടിച്ചു. ദേഷ്യം മാറുന്ന വരെ അടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യം മാറി, പക്ഷെ മകന്റെ കരച്ചിൽ മാറുന്നില്ല. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പൊ കയ്യിന്റെ വിരലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, ആ 2 വിരലുകൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല, അത് സ്വാധീനം ഉണ്ടാവില്ല എന്ന്. അത്രയും വലിയ അടിയാണ് അടിച്ചത്. ആ അച്ഛന് സങ്കടം അടക്കാൻ പറ്റില്ല, അയാൾ കരയാണ്, പൊട്ടിക്കരയാണ്. അങ്ങനെ കാറിന്റെ അടുത്ത് വന്ന് നിന്ന് കരയാണ്. അപ്പോഴാണ് കാറിൽ എന്താണ് അയാള് ആ കുട്ടി വരച്ചത് ഇങ്ങനെ തടവിയാണ്, സ്നേഹം കൊണ്ട് ഇങ്ങനെ തടവിയത്. അപ്പൊ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് വെറുതെ കുത്തി വരച്ചതല്ല, മോൻ എഴുതിയതാണ്, ഐ ലവ് യു ഡാഡ്.
ഐ ലവ് യു ഡാഡ്. അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് സൂര്യകൃഷ്ണമൂർത്തി ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പാസിംഗ് ഇമോഷൻസ് ആൻഡ് ഷെയറിംഗ് എന്താണ്? പെർമനന്റ് റിലേഷൻഷിപ്പാണത്. ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ കാലാകാലം നിലനിൽക്കേണ്ടതാണ്. പക്ഷെ ഒരു ദേഷ്യത്തിന് വളരെ കുറച്ച് നേരത്തെ ആയുസ്സേ ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും ബന്ധങ്ങളെ കുഴപ്പമുണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ. ആയിഷ ബീവിയും റസൂലും പായയിൽ കടന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഒരുറക്കം കഴിഞ്ഞിട്ട് ആയിഷ ബീവി തിരിഞ്ഞു നിന്നിട്ട് റസൂലിനെ കെട്ടിപ്പിടിക്കുമ്പോൾ റസൂൽ അവിടെ ഇല്ല, റസൂലിനെ കാണാനില്ല. ആയിഷ ബീവിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എവിടെ പോയി റസൂൽ? എന്നോട് പറയാതെ പോയി അല്ലേ? റസൂൽ വരുമ്പോൾ ഒന്ന് കാണട്ടെ, എനിക്ക് റസൂലിനോട് ചിലതൊക്കെ പറയാനുണ്ട്. വേറെ ഭാര്യയുടെ അടുത്ത് പോയിട്ടുണ്ടാവും റസൂൽ. ഇങ്ങനെയൊക്കെ ആലോചിക്കണം അവരെന്നെ പറയാണ്, നമ്മൾ പറയണല്ല, അവരെന്നെ പറയുന്നതാണ്. ഞാൻ റസൂലിനെ കുറിച്ച് എന്തൊക്കെയോ വിചാരിക്കുകയാണ്. റസൂൽ വരുമ്പോ എന്നെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നു ഞാൻ. അപ്പോഴാണ് മദീന പള്ളിയുടെ തൊട്ടടുത്താണ് വീട്, തൊട്ടടുത്താണ് ബഖീഹ് എന്ന് പറഞ്ഞ ഖബറിസ്ഥാൻ. ആ ഖബറിസ്ഥാനിന്റെ നടുവിലുണ്ട് ഒരാൾ നിൽക്കുന്നു. നിലാവിൽ ചന്ദ്രപ്രഭ പോലെ തിളങ്ങുന്നു ലോകത്തിന്റെ വെളിച്ചം റസൂൽ. ആയിഷ ബീവിക്ക് വല്ലാത്ത സങ്കടമായി. എന്തൊക്കെയോ വിചാരിച്ചതാണ് റസൂലിനെ കുറിച്ച്. അങ്ങനെ ഓടിച്ചെന്ന് റസൂലിനോട് പറഞ്ഞു, റസൂലെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി, പെട്ടെന്ന് ഒരു ദേഷ്യം വന്നപ്പോൾ റസൂലിനെ കാണാതായപ്പോൾ റസൂൽ എനിക്ക് പുറത്തു തരണേ. ആയിഷ നീ എന്തൊക്കെയാ ചിന്തിച്ചത് എന്ന് പോലും റസൂൽ ചോദിച്ചില്ല. റസൂൽ അവരെ ചേർത്ത് പിടിച്ചിട്ട് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഊഹങ്ങള്, തെറ്റിദ്ധാരണകള്, സംശയങ്ങള് അതൊക്കെ ബന്ധങ്ങളെ വല്ലാത്ത രീതിയിൽ അകറ്റും. ഒരു ചെറിയ വാക്ക് കൊണ്ടോ ഒരു ചെറു പുഞ്ചിരി കൊണ്ടോ തീരുന്ന ഒരു പ്രശ്നമായിരിക്കും, പക്ഷെ എത്ര കാലമാണ് പലപ്പോഴും അത് നീണ്ടുപോകാറുള്ളത്. വലിയ ഭാരമായി ബന്ധങ്ങൾ മാറുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നു. അവിടെയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ മാർഗദർശനത്തിന് ഇത്രയേറെ പ്രധാനമാകുന്നത്. ഒരു സമ്മാനം കൊടുത്തിട്ട് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. എത്ര മനോഹരമായൊരു കാര്യമാണ് അതില്. വിവാഹം അത്ര ലളിതമാണ് ഇസ്ലാമില്. മഹർ എന്ന് പറഞ്ഞത് സമ്മാനം എന്നാണ്. വാത്തുൻ നിസാ സുദഖാത്തിഹിന്ന നിഹ്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിഹ്ല എന്ന് പറഞ്ഞ സമ്മാനം എന്നാണ്. ഒരു സമ്മാനം കൊടുത്തിട്ട് ഒരാളെങ്ങനെ സ്വീകരിക്കുക. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വിവാഹം എന്ന് പറഞ്ഞത് പെൺകുട്ടിയുടെ പിതാവിന് വലിയ ഭാരമുള്ളൊരു കാര്യമാണ്. ഒരു പെൺകുട്ടിയുടെ വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകേണ്ട ദിവസമാണ് പെൺകുട്ടിയുടെ വിവാഹം. പക്ഷെ എന്നങ്ങനെയല്ല. 8 വർഷം ആടിനെ മേയിച്ചിട്ട് പിന്നെ ആടിനെ മേയ്ക്കുക എന്നുള്ള മഹറാണ് മൂസാ നബിയുടെ ഭാര്യയ്ക്ക് മൂസാ നബി കൊടുത്തത്. കേട്ടിട്ടില്ലേ ഖുർആനില്? ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ വാപ്പ പറഞ്ഞു, നീ കുറച്ചു കാലം എന്റെ ആടുകളെ മേയ്ക്ക്, എന്നിട്ട് വിവാഹമാണ്. കുറച്ചു കാലം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ട് ഒരു കല്യാണം കഴിക്കുകയാണ് ഇബ്രാഹിം നബി ചെയ്യുന്നത്. നമ്മുടെ നാട്ടില് ഒരുപാട് കാലം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ട് ഒരു കല്യാണം കഴിപ്പിക്കുക ചെയ്യുന്നു. എന്താണ് വ്യത്യാസം? വിവാഹം എന്നുള്ളത് അത്ര ലളിതമാണ്. പലപ്പോഴും നമ്മുടെ നിക്കാഹ് ഖുതുബകളിൽ ഈ കല്യാണം കഴിപ്പിക്കണ സമയത്ത് കണ്ടിട്ടില്ലേ, ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം എന്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരുന്നു എന്നൊക്കെ മൊല്ലിയാര് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. പകരം എന്നുള്ളൊരു വാക്ക് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ എവിടെയില്ല. കാരണം ആ സ്വർണ്ണാഭരണം ആ പെൺകുട്ടിക്ക് പകരമാകൂല, ആ പെൺകുട്ടിക്ക് പകരമല്ല, അത്ര ആകൂല. അതിന്റെ എത്രയോ മുകളിലാണ് ആ കുട്ടി. ഒരു സ്വർണ്ണാഭരണം മഹറായി നിശ്ചയിച്ച് എന്നാണ് പറയേണ്ടത്. പലപ്പോഴും മഹറിന് പകരമായി എന്ന് പറയും. ആ പെണ്ണ് എത്ര ചെറുതായി പോകുന്നുണ്ട് അവിടെ. ഇസ്ലാമിലെ സ്ത്രീയാണ് മുകളില്, പുരുഷനാണ് എല്ലാ ചുമതലകളും കൊടുക്കുന്നത്. സ്ത്രീയുടെ സംരക്ഷകനാണ് എന്നാ പറയുന്നത്. ഒരു മന്ത്രിയുടെ സംരക്ഷകൻ അല്ലെങ്കിൽ ഒരു പോലീസ് ഉണ്ടാവും മന്ത്രിയുടെ കൂടെ. ആ പോലീസിനാണോ മന്ത്രിക്കാണോ പ്രാധാന്യം കൂടുതൽ? പോലീസിനാ ആണോ? മന്ത്രിക്കല്ലേ? സ്ത്രീയുടെ സംരക്ഷകനാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കാണ് പ്രാധാന്യം? ആ പ്രാധാന്യം അല്ലെങ്കിൽ അത്ര മഹിമ സ്ത്രീക്ക് കൽപ്പിച്ചിട്ടുള്ള മതമാണ്. എന്നിട്ട് വിവാഹം എന്നതൊരു മൂരിച്ചന്ത പോലെ, കാളച്ചന്ത പോലെ നമ്മുടെ സമൂഹം മാറ്റി തീർത്തിട്ടുണ്ട്. അതിന് യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രതിയല്ല താനും. ഒരു ഹദീസ് പറഞ്ഞിട്ട് ഇപ്പൊ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റസൂലിന്റെ വളരെ മനോഹരമായ ഒരു കവിത പോലെ മനോഹരമായൊരു തിരുവചനമാണ്. ഇദാ നളറ അഹദുൻ ഇലാ ഇംറഅതിഹി വനളറത് ഇലൈഹി നളറല്ലാഹു തആല ഇലൈഹിമാ നളറതൻ റഹ്മ വഇദാ അഖദ ബികഫിഹാ തസാഖത ദുനൂബുഹുമാ മിൻ ഖിലാലി അസാബിഹിമാ. ഒരാള് അവന്റെ പെണ്ണിനെ ഒന്ന് നോക്കുന്നു, അവൾ അവനെയും ഒന്ന് നോക്കുന്നു, അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് കാണുന്നു. ആ നോട്ടത്തിലൂടെ അവരെന്തൊക്കെയോ ഷെയർ ചെയ്യുന്നുണ്ടാവും, കൈമാറുന്നുണ്ടാവും. മൂന്നാമതൊരാൾക്ക്
പറഞ്ഞു കൊടുക്കാനോ പരിഭാഷപ്പെടുത്തി കൊടുക്കാനോ കഴിയാത്ത, മൂന്നാമതൊരാൾക്ക് മനസ്സിലാകാത്ത ഒരു ലാംഗ്വേജ് അവരുടെ ഇടയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടും. അത്ര പ്രണയാർദ്രമായൊരു നോട്ടമാണ്. അങ്ങനെ അവരൊന്ന് നോക്കുമ്പോൾ നദർ അല്ലാഹു തആല ഇലൈഹിമാ നദറത്തൻ റഹ്മ, ദയാനിധിയായ അള്ളാഹു അവരെ രണ്ടുപേരെയും കാരുണ്യത്തോടെ നോക്കും. വഇദാ അഖദ ബികഫിഹ, സലാം പറഞ്ഞിട്ട് സ്വന്തം പെണ്ണിന്റെ കൈയൊന്ന് തൊടുമ്പോൾ തസാഖത്ത് ദുനൂബുഹുമാ മിൻ ഖിലാലി അസാബിഹിമ, അവരുടെ കൈവിരലുകളുടെ ഇടയിലൂടെ അവർ ചെയ്തു വെച്ച പാപങ്ങൾ കൊഴിഞ്ഞു പോകും. ഒന്ന് തൊടുമ്പോൾ, ഒന്ന് കാണുമ്പോൾ, ഒന്ന് മിണ്ടുമ്പോൾ, ഒന്ന് അടുത്തിരിക്കുമ്പോൾ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള സ്നേഹവികാരങ്ങൾ ഒഴുകുന്ന അപൂർവമായ ഒരു ആത്മാനുരാഗത്തിന്റെ പേരാണ് ഇസ്ലാമിലെ വിവാഹം. ഒന്ന് തൊടുമ്പോൾ, ഒന്ന് മിണ്ടുമ്പോൾ, ഒന്ന് കാണുമ്പോൾ അള്ളാന്റെ അനുഗ്രഹം പെയ്യുന്ന ഒരു ബന്ധമാണ് ഇസ്ലാമിലെ വിവാഹ ബന്ധം. മീസാഖൻ ഖലീല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായൊരു കരാറ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത്രയേറെ ശക്തിയുള്ള ഒരു കരാറാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.